വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ മനോഹരമായ സായാഹ്നത്തിൽ അവിടുത്തെ സ്ഥാനത്തിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തന്ന വലിയ കൃപയോർ നന്ദി പറയുന്നു. ക്ഷീണത്തലയ്ക്ക് ഞങ്ങൾ ഓടി വന്നവരാ. എല്ലാ ക്ഷീണങ്ങളെ മാറ്റുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, കേൾക്കുന്ന വചനത്തിന്മേൽ കർത്താവ് വ്യാപരിച്ചിറങ്ങുന്ന ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ആ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഗ്രഹിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ ബുദ്ധിയും മണ്ഡലങ്ങളെ തുറന്നു തരുവാൻ ഞങ്ങൾ ഒരുമിച്ച് സ്വർഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയപ്പലകയിൽ സൂക്ഷിപ്പാൻ തക്കവണ്ണം, കർത്താവ് വഴിയാത്രയിൽ ഞങ്ങൾക്ക് കർത്താവ് കാല ദൈവമായി തീരാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് ഇടയാക്കുന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവരും എത്രയും എത്തിച്ചേരുവാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് അവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിന് ആമേൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്രായത്തെക്കുറിച്ചാണ്. ലാസ്റ്റ് നമ്മൾ കണ്ടുപഠിച്ചത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യന് വചനത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അകത്തെ മനുഷ്യന് ആവശ്യമായ ഭക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ജങ്ക് ഫുഡിനെ കുറിച്ച് ഹോശേയ പ്രവചന 12-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് എഫ്രൈം കാറ്റിനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കിഴക്കൻ കാറ്റിനെ പിന്തുടർന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കാൻ കഴിയും. നമ്മൾ കേൾക്കാൻ പോകുന്ന വചനങ്ങളൊക്കെ ഇതുപോലെ ജങ്ക് ഫുഡിൽ വരുന്ന വചനങ്ങളാ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഉപകാരമായി വരത്തില്ല എന്ന് സത്യം ഞങ്ങൾ തിരിച്ചറിയണം. ഇഷ്ടംപോലെ ഡെലിവറൻസ് മീറ്റുകളും എന്താ പറയുക ഫയർ കോൺഫറൻസ് ഒക്കെ ഇഷ്ടംപോലെ ഈ ലോകത്തിൽ പലയിടത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിന് പലതിനും ഒന്നിനും ഈ പറഞ്ഞ പോഷകങ്ങളില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഇതുപോലെ ജങ്ക് ഫുഡ് എന്താ പറയുക കഴിച്ച് വെറുതെ കാറ്റ് പോലെ മാത്രമുള്ള ഫുഡുകളാണ് ഇന്ന് ലോകത്തിൽ അനേക വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വചനങ്ങൾക്കൊന്നും നമ്മെ പണിയുവാനോ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനോ കഴിയത്തില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളേറെയായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എഫ്രൈമിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചായിരുന്നു. അവൻ കാറ്റിനെ ഇഷ്ടപ്പെട്ടു, കിഴക്കൻ കാറ്റിനെ പിന്തുടർന്നു. നമുക്കറിയാൻ കഴിയും. ആ കാറ്റിനെ ഭക്ഷിച്ചാൽ ഒരു ആരോഗ്യം കിട്ടത്തില്ല, ഒരു ഗുണവും ഇല്ല, ഒരു പ്രോട്ടീനോ ഒന്നുമില്ലാത്തൊരു അതിനെ ഭക്ഷിച്ചൊരു കാര്യമില്ല. അതുപോലെ അനേകരും ബൈബിൾ ക്ലാസ്സിലേക്ക് ഇഷ്ടം പോലെ ക്ലാസ്സുകൾ കൂടാനൊക്കെ ഓടിക്കൂടുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ ക്ഷോഭത പറഞ്ഞ അവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ വന്നു കൂടുന്നത്. പക്ഷേ അനേകർക്കും യഥാർത്ഥമായ അകത്തെ മനുഷ്യന് വളരുവാൻ തക്കവണ്ണം, അല്ലെ അകത്തെ മനുഷ്യന് ലക്ഷ്യസ്ഥാനം കിട്ടാൻ തക്കവണ്ണം ആർക്കും ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും അന്നുള്ള കാര്യം നടന്നു പോയാൽ മതി, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതൽ കണ്ടെത്തിയാൽ മതി എന്ന് പറയുന്ന ജങ്ക് ഫുഡിന്റെ പുറകെ പോകുന്നവരാ അനേക ആൾക്കാരും. അതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. രാത്രി നിങ്ങൾ ഇവിടെ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ആ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളുടെ അകത്തെ മനുഷ്യന് ബലം പ്രാപിക്കാൻ തക്കവണ്ണമായിരിക്കണം. ഒരുപക്ഷെ ആ ബലം പ്രാപിക്കുന്നത് നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ഉടച്ചു കളഞ്ഞിട്ടായിരിക്കും, നമ്മുടെ മോഹങ്ങളെ തകർത്തിട്ടായിരിക്കും. പക്ഷെ നമുക്ക് തോന്നും അത് പക്ഷേ ദൈവചനത്തിന് പ്രകാരം നമ്മുടെ പുറത്തെ മനുഷ്യനെ ഉടച്ചുകൊണ്ട് കേൾക്കുന്ന വചനങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമാകണമെന്നില്ല, നമുക്കത് ചെവിക്ക് ഇമ്പമാകണമെന്നില്ല, നമുക്കത് ഒട്ടും താല്പര്യം ഉണ്ടാകത്തില്ല. പക്ഷേ അതെല്ലാം നമ്മളെ പണിയുന്നു എന്നറിയണം. പുറത്തെ മനുഷ്യൻ ഉടച്ചാൽ മാത്രമേ ദൈവത്തിന് അകത്തെ മനുഷ്യനെ പണിയാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും, നിശ്ചയമെന്ന് പറഞ്ഞതുപോലെ കർത്താവ് അങ്ങനെ അങ്ങോട്ട് പോകും. അവസാനം എവിടെയെങ്കിലും കേട്ട് പിശാച് നമ്മളെ പിടിക്കും. അവസാനം നമ്മൾ നിത്യമായി നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെവിക്ക് പോകുമ്പോഴല്ല കേൾക്കേണ്ടത്, നിത്യജീവങ്കിലേക്ക് നയിക്കുന്ന വചനങ്ങൾ, നമ്മുടെ അകത്തെ മനുഷ്യന് ലക്ഷ്യം കിട്ടുന്ന ദർശനമുള്ള വചനങ്ങൾ കേൾക്കാൻ പോകുക. ഇല്ലെങ്കിൽ ഇതുപോലെ കാറ്റിനെ സ്നേഹിച്ച കാറ്റിൻ്റെ പുറകെ പോയ എഫ്രൈമിനെ പോലെ നമ്മൾ ആയിപ്പോകാൻ ഇടയുണ്ട്. ജങ്ക് ഫുഡ് മാത്രം കഴിച്ച് ആളുകളുടെ മുമ്പിലൊക്കെ ഇത് ഭയങ്കര ഫേമസാണ്. ഞങ്ങൾ ഇനി ബർഗർ കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു എന്നൊക്കെ പറയും. ഭയങ്കര വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. പക്ഷേ അനേക ഭക്ഷണങ്ങൾക്ക് ഒന്നിനും അതിനകത്ത് മനുഷ്യർക്ക് ആവശ്യമായത് ഒന്നുമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു. ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് പരിശുദ്ധാത്മാവിനെ കെടുക്കരുത് എന്ന വാക്യമാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ച 1-2 വാക്യങ്ങൾ കൂടി ചേർക്കാൻ കർത്താവ് ഇടയാക്കി. അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ കെടുക്കരുത് അല്ലെങ്കിൽ കെടുത്തി കളയരുത് എന്നൊക്കെ പറയുന്ന വാക്യം നമുക്കറിയാൻ കഴിയും. ഇത് സെയിം വാക്യങ്ങൾ എഫേസ്യർ 4:30 പറയുന്നുണ്ട്. എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന് നമ്മുടെ അകത്ത് പ്രവർത്തിക്കണമെങ്കിൽ, നമ്മളിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച ചിന്തിച്ചു പോയതാ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ശരി തന്നെയൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ, നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ വിറകെട്ട് കൊടുത്താൽ മാത്രമേ ആ അഗ്നി കത്താൻ കഴിയത്തുള്ളൂ.
അങ്ങനെയല്ലേ പഠിച്ചത് ഓർമ്മയുണ്ടോ? മറന്നു പോകരുത്. വിറകിട്ട് കൊടുത്താൽ മാത്രമേ ഈ ആത്മാവിനെ, പരിശുദ്ധാത്മാവ് വെള്ളമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, തീയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, കാറ്റായി പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. റൂമ എന്നൊക്കെ പറയുന്ന ഒരുപാട് വാക്കുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും ഇവിടെ പറയുന്ന വാക്യം നമുക്ക് എടുക്കാം. ആത്മാവിനെ കിടക്കരുത് പറയുമ്പോൾ ആ കിടത്തി കളയാൻ ഇടയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? നമുക്ക് കിടത്തി കളയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇല്ലെങ്കിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, കിടത്തിക്കളയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളത് എഴുതി വെച്ചിരിക്കുന്നത്, കർത്താവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പഠിച്ചതാ, വിറകിട്ട് കൊടുക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന് ആ വിറകിന്മേൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് എഫേസ്യ ലേഖനത്തിൽ എഴുതി വെക്കുമ്പോൾ ദുഃഖിപ്പിക്കാൻ ഇടയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ കിടത്തിക്കളയുവാനും ഇടയുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ഈ എഫേസ്യ 4:31 പഠിക്കുമ്പോൾ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങൾ വിട്ടുപോകട്ടെ. കാരണം ഈ ചില വാക്കുകൾ, ഇത്രയ്ക്ക് അല്ലെ, കയ്പ് കോപം എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകൾ നമ്മെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഇടയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് താഴെ എഴുതി വെച്ചിരിക്കുന്ന കയ്പ്, കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം, സകല സൽഗുണങ്ങൾ എന്തൊക്കെയാണോ, ഇതൊക്കെ എൻ്റെയും നിങ്ങളുടെയും അകത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പരിശുദ്ധാത്മാവിനെ, നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെയാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് എഴുതുമ്പോൾ കിടത്തിക്കളയരുത്, കിടക്കരുത്, തമിഴിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുന്നത് നിർത്തരുതെന്നാണ് തമിഴിൽ ട്രാൻസ്ലേഷൻ വെച്ചിരിക്കുന്നത്. വേറൊരു മലയാളത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തനം നിങ്ങളിൽ നിർത്തിക്കളയരുത്. ചില ട്രാൻസ്ലേഷൻ, ഒരുപാട് ട്രാൻസ്ലേഷൻ നോക്കിയായിരുന്നു. അപ്പം ചില വാക്കുകൾ തോന്നിയപ്പോൾ ഞാൻ എഴുതി വെച്ചതാ. അപ്പം പരിശുദ്ധാത്മാവിനെ എന്നിൽ പ്രവർത്തിക്കുവാൻ നാം വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ അത് നിന്നു പോകാൻ ഇടയുണ്ട്, അല്ലേ? അല്ലെ, പ്രാർത്ഥനയില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, കൂട്ടായ്മ കൂടാൻ വരുന്നില്ല, മീറ്റിങ്ങിനൊന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക് ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി പരിശുദ്ധാത്മാവിനെ കിടത്തി കളയുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ഫാനൊക്കെ ഇട്ട് കഴിയുമ്പോൾ ലൈറ്റ്, ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്താലും അതൊരു 1-2 അല്ലെ 1 മിനിറ്റ് അല്ലെ 10-30 സെക്കൻഡ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പലപ്പോഴും അനേകരുടെ ജീവിതത്തിൽ ഈ കറക്കം മാത്രമേ ഉള്ളൂ. ലൈൻ പണ്ടേ ഡിസ്കണക്റ്റ് ആയി പോയതാ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഫാനിന്റെ സ്വിച്ച് അല്ലെങ്കിൽ ലൈൻ ഡിസ്കണക്റ്റ് ആയി, എന്നാലും ആ വായിലിരിക്കുന്ന ചില വാക്കുകൾ, പണ്ട് പഠിച്ച വാക്യങ്ങൾ, അല്ലേ, പണ്ട് പഠിച്ചത് അതിങ്ങനെ നമ്മൾ വായിൽ കൂടി ഈ ടേപ്പ് റെക്കോർഡ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഡിസ്കണക്റ്റ് ആയി പോയി. ആത്മാവിന് ഡിസ്കണക്ഷൻ സംഭവിച്ച് ഇപ്പോൾ ആത്മാവിന് ചിന്തകൾ അറിയാൻ കഴിയുന്നില്ല നമുക്ക്. ഇപ്പൊ ശുശ്രൂഷിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ, ശുശ്രൂഷകന്മാർ ഇവിടെ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചതല്ല പറയാൻ പറ്റുന്നത്. ആത്മാവ് ലൈൻ തരുന്നതനുസരിച്ചാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇവിടെ പഠിച്ചു വന്നൊക്കെ ശരിയാവും, പഠിച്ച് കുത്തിയിരുന്ന് പഠിക്കും, ഞങ്ങൾ മണിക്കൂറുകൾ പഠിക്കുകയൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ കയറി നിൽക്കുമ്പോൾ ആത്മാവിന്റെ ഗൈഡൻസ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതുപോലെ പരിശുദ്ധാത്മാവിനെ കിടത്തിക്കളയരുതെന്ന് പറഞ്ഞാൽ കിടത്തിക്കളയാൻ ഇടയുണ്ട്. ഇതുപോലെ കുച്ചാരവും ക്രോരവും മറ്റ് സകല സൽഗുണങ്ങളൊക്കെ നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പതിയെ ആത്മാവിനെ കിടത്തിക്കളയാൻ ഉള്ളത് കൊണ്ട് ഇതൊക്കെ മാറുവാൻ വേണ്ടിയാണ് ഈ വചനം നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഇപ്പൊ അകത്തെ മനുഷ്യനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, അതിനാവശ്യമായ ഫുഡിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം അകത്ത് കയറാതെ സത്യം നമുക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തെ മനുഷ്യന് ഈ ക്രോധവും കുറ്റാരവും കോപവും ഒക്കെ ഇവിടെ ഇരിക്കും, നമ്മളങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുക. പക്ഷെ അത് നമ്മളെ കൊല്ലുന്ന വിഷമാണ്. നമ്മുടെ വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിടത്തിക്കളയെന്നൊക്കെ വേണമല്ലോ, വിഷസർപ്പമാണെന്നല്ലേ നമ്മുടേത്. ജഡത്തിന് പഴയ മനുഷ്യനുള്ളതെല്ലാം എന്താ പറയുക, അത് ആദമിന്റെ നരകത്തിലേക്ക് പോകേണ്ട സാധനങ്ങൾ അതല്ല. നമ്മുടെ അകത്തുള്ള ആദമിന്റെ സന്തതി അല്ലെങ്കിൽ ആദമിന്റെ ദുർഗുണങ്ങൾ എല്ലാം, ആദമിന് എന്തൊക്കെയുണ്ടോ അത് സൽഗുണങ്ങളുമുണ്ട്, ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ആദമിന്റെ അകത്ത്. ഇതെല്ലാം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇതെല്ലാം നമ്മെ നരകത്തിലേക്ക് എത്തിക്കുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ നമ്മൾ തടസ്സം നിൽക്കരുത് എന്ന കാര്യം മറന്നു പോകരുത്. 7 സഭയോട് വെളിപ്പാട് ദിവസം ദൂത് പറയുമ്പോൾ 7 സഭയോടും പറയുന്ന കാര്യമുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഒരു കേൾക്കുവാൻ മനസ്സ് വെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ പണ്ട് പഠിച്ചതൊക്കെ വായിൽ കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ. പക്ഷെ ഡിസ്കണക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ കണക്ഷൻ ഡിസ്കണക്ട് ആയാലും കാറ്റ് പതിയെ കുറഞ്ഞു ചില മിനിറ്റ്, ചില സെക്കൻഡുകൾ എടുക്കും അത് പൂർണ്ണമായി നിന്നു പോകാനായിട്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ് ആത്മാവിനെ കെടുത്തി കളയരുത്, അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നിർത്തരുത്, ആത്മാവിന്റെ പ്രവർത്തനം നിർത്തരുന്നൊക്കെ വ്യത്യസ്തമായ വാക്കുകളൊക്കെ അവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നത്. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. വെറുതെ ഒരു കാറ്റായും അല്ലേ തീയായും വെള്ളമായൊക്കെ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുമ്പോൾ അവൻ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ
യോഹന്നാന്റെ സുവിശേഷ ഭാഗം 14 അധ്യായം അതിന് 16-17 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. അവൻ നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. നോക്കിയേ, പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനാണത്. നമ്മളെ നിയന്ത്രിച്ച് വഴി നടത്താൻ കഴിവുള്ള ഒരു വ്യക്തി എൻ്റെയും നിങ്ങളുടെയും കൂടെ ഇറങ്ങി വരികയാണ് ഭൂമിയിലേക്ക്. അങ്ങനെയല്ലേ? യെസ്. നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, ഈ പറഞ്ഞ കിടത്തി കളയരുതെന്ന് പറയുമ്പോൾ, നമ്മൾ അവനോട് ആ പരിശുദ്ധാത്മാവിനെ കൂടെ നടക്കുന്നില്ല എങ്കിൽ, അവന്റെ സ്വരത്തിന് ചെവി കൊടുക്കുന്നില്ല എങ്കിൽ, ഇല്ലെങ്കിൽ നാളെ നമ്മളും മാറ്റപ്പെട്ടു പോകും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത്ര ഘോരമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുക, എക്സാമ്പിൾ പറയുക, പ്രസംഗിച്ചു കൊണ്ടിരിക്കുക, ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല, തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഉണ്ടാകത്തില്ല. അങ്ങനെയല്ലേ നിങ്ങളും? അല്ലേ? നിങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു സമയപരിധി വരെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഗൈഡൻസ് പറയും, വിട്ടേക്കാൻ പറഞ്ഞാൽ നാം വിട്ടുപോകും. അത്രയേ ഉള്ളൂ. മുകളിൽ നിന്നാണ് നമ്മുടെയൊക്കെ കണക്ഷൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നാം കേൾക്കുവാൻ ചെവി കൊടുക്കുന്നില്ല എങ്കിൽ പതിയെ ആ സ്വരം നിന്നു പോകാനിടയുണ്ട്. അതുകൊണ്ട് 7 സഭയോട് ദൂത് പറയുമ്പോൾ 7 സഭയോടും പറഞ്ഞത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്, നമ്മൾ ഈ ബൈബിൾ വായിച്ചത് രാജീവ് എല്ലാ ദിവസവും രാവിലെ പറയുന്നതല്ല. അതിനേക്കാൾ ഗ്രേഡ് കൂടിയ ജീവിതമാണ് ക്രിസ്ത്യൻ ജീവിതം. ഗ്രേഡ് കൂടുന്നത്. ബൈബിൾ വായിക്കുന്നതൊക്കെ എന്താ പറയുക, ഗ്രേഡ് കുറഞ്ഞെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വിചാരിക്കരുത്, ഗ്രേഡ് കുറഞ്ഞെന്നല്ലേ പറയുന്നത്. അതും ഗ്രേഡ് ഉള്ളത് തന്നെയാണ്. പക്ഷേ ഒരല്പം കൂടി ഉയർന്ന ഗ്രേഡിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടണം. അതേത് ഗ്രേഡാ? ബൈബിൾ വായിക്കുന്നത് ഗ്രേഡ് കുറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ ആ വാക്യം മനസ്സിലാക്കണേ. അതിനേക്കാൾ അപ്പുറമായൊരു ജീവിതമുണ്ട്. എന്നറിയാമോ? ലൈവായിട്ട് ആത്മാവിന്റെ സ്വരം കേട്ട് ജീവിക്കുന്ന ഒരു ജീവിതം. ഹല്ലേലൂയ. അത് നിങ്ങൾ മനസ്സിലാക്കി, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് മാറ്റപ്പെടുന്നില്ല എങ്കിൽ, ഇതുപോലെ ആത്മാവിന്റെ സ്വരം കേൾക്കുവാൻ നാം തടസ്സപ്പെടുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആത്മാവിന്റെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയാതെ വേണം, പൂർണ്ണമായും അവൻ നമ്മെ വിട്ടുപോകും. അതിന്റെ പേരാണ് ആത്മാവിനെ കിടത്തിക്കളയരുത്. ആത്മാവിന് ചെവി കൊടുക്കുവാൻ, അവന് ചെവി ശ്രദ്ധയോടെ വെച്ച് കൊടുക്കുവാൻ. ഞാൻ എപ്പോഴും പണ്ട് നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞിട്ടില്ലേ, കർത്താവ് പലപ്പോഴും നമ്മുടെ റോട്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, കുറച്ചുകൂടി പോട്ടെ, അടുത്ത ജംഗ്ഷനിൽ വണ്ടി നിർത്തുമ്പോൾ എഴുതി വെക്കാന്നൊക്കെ പറയും. പക്ഷേ അടുത്ത ജംഗ്ഷനിലേക്ക് പോകണ്ടല്ലോ, അവിടെ നിന്ന് വണ്ടി വിടുമ്പോൾ തന്നെ തലേന്നത് ഹൃദയത്തിൽ പോയി കളഞ്ഞിരിക്കും. അത് അല്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും കർത്താവ് സംസാരിക്കുന്നത്, സംസാരിക്കുക, ഇത് കഴിയിട്ട് നല്ല മീൻകറിയും ചോറൊക്കെ ഒന്ന് കഴിയിട്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. കഴിയുണ്ട് അത് ഉരുട്ടി വായിലേക്ക് കയറ്റി കൈയിടാൻ പോകണം. അതിനു മുമ്പേ അത് മാഞ്ഞു പോയിരിക്കും. നമ്മുടെ ബുദ്ധി ആശ്രയിക്കാൻ പോയാൽ വെറും ഭോഷന്മാരായിരിക്കും നമ്മുടെ ബുദ്ധി ആശ്രയിക്കാൻ പോകുന്നത്. തത്സമയം തന്നെ അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് ഇമ്പോർട്ടൻസ് എൻ്റെ ഭക്ഷണത്തെക്കാൾ, എൻ്റെ മറ്റു ജോലിയേക്കാൾ ഏറെ അവന്റെ സ്വരത്തിന് ഞാൻ ചെവി കൊടുക്കുന്നുവെങ്കിൽ, അവിടെയാണ് അവന്റെ ആത്മാവിനെ കെടുക്കാതെയുള്ള ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ പിന്നീട് പഠിച്ചപ്പോൾ മനസ്സിലായി, ഒരുപാട് കരയേണ്ടി വന്നു. കാരണം പലപ്പോഴും നമ്മുടെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയും, മറന്നു പോകും പെട്ടെന്ന് നമ്മളിത്. അങ്ങനെ ഒരുപാട് ദൈവസ്ഥനെ നിലവിളിക്കേണ്ടി വന്ന ശേഷമാണ് പിന്നീട് ആ സ്വരത്തിന് കേൾക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർത്തത്. അപ്പം അതുകൊണ്ട് ആത്മാവിനെ കിടത്തിക്കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ദൈവസ്ഥനിൽ സ്വരം കേൾക്കാൻ ഇടയുണ്ടാകത്തില്ല. കാഹളം ധ്വനിക്കുന്നത് പോലും കേൾക്കാൻ കഴിയത്തില്ല. കാഹളം ധ്വനിക്കുമ്പോൾ ആ പെരുമ്പറയല്ല, ഒരു സൗണ്ട് പറയല്ലേ, അല്ലേ, ഏതോ കാഹളനാദം അല്ലേ. പണ്ട് വേറൊരു വാക്കിരുന്ന ആൾക്കാർ പറയാറുണ്ട്, പെരുമ്പറ എന്ന ഒരു വാക്ക്, കാഹളനാദം. ആ സ്വരം കേൾക്കണമെങ്കിൽ ഈ ആത്മാവിന് അതിൽ തന്നിരിക്കുന്നത്. അല്ലാതെ നമുക്ക് അന്യഭാഷ പറയാനും നമുക്ക് തോന്നുന്നത് ചെയ്യാൻ വേണ്ടിയല്ല. കാഹളം ധരിക്കുമ്പോൾ ഒന്ന് മരിച്ചു പോയാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ഉയർപ്പിക്കാൻ തക്കവണ്ണമുള്ള ആത്മാവ് എൻ്റെ അകത്തിരിക്കുന്നത്. 2, കാഹളം ധരിക്കുമ്പോൾ ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ ആ കാഹളം ധരിക്കുമ്പോൾ എൻ്റെ അകത്ത് കേൾപ്പിക്കാൻ തക്കവണ്ണം അവൻ്റെ ആത്മാവുള്ളത് കൊണ്ടാണ്. ആ സ്വരം നാം ഇന്ന് കേട്ട് പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നാളെ എന്താ കേൾക്കാൻ പോകുന്നത്? നമ്മൾ കർത്താവ് വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, എത്ര പേർ ഒരുങ്ങുന്നുണ്ട്. ഈ കർത്താവ് വരുമ്പോൾ കാഹളം ധരിക്കാൻ പോവുകയാണ്. കാഹളം ധരിക്കുന്നത് ഈ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, ദാതമിന്റെ ചെവിയാ. ഇവര് ഏത് ചെവി കൊണ്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. കാഹളം ധരിക്കുമ്പോൾ ആത്മാവിന് ഈ പറഞ്ഞ പോലെ ആത്മാവിന്റെ സ്വരം കേട്ട് ശീലമില്ലെങ്കിൽ നമുക്ക് കാഹളവിന് കേൾക്കാൻ കഴിയത്തില്ല. നമുക്ക് അതുകൊണ്ട് കിടത്തിക്കളരുത്. അതുകൊണ്ട് ഈ നേരത്തെ വായിച്ച പോലെ എഫേസ്യർ 4:30 വായിച്ച പോലെ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും ഒക്കെ നമ്മുടെ അകത്ത് ഇരുന്നാൽ നമ്മൾ അറിയാതെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച്
പതിയെ പതിയെ കെടുത്തിക്കളയാൻ ഇടയുള്ളത് കൊണ്ട് ഇതെല്ലാം വിട്ടുപിരിഞ്ഞ് ഒരു നല്ലൊരു ക്രിസ്ത്യ ജീവിതം ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് വേറൊരു മലയാളം ഭാഷ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിർത്തിക്കളയരുത്. ആരിലുള്ള പ്രവർത്തനം? എന്നിലുള്ള പ്രവർത്തനം. തമിഴിൽ പറയുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നിർത്തിക്കളയരുത്, നിർത്തരുത് എന്നൊക്കെ പറഞ്ഞ് വേറൊരു വേർഷൻ എഴുതിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്. എന്താണെങ്കിലും ഇതെല്ലാം ഒരു കാര്യം മറന്നു പോകരുത്. ഈ ആത്മാവ് വന്നപ്പോഴാണ് നമുക്ക് ഈ എരിവ് കിട്ടിയത്. ഇന്നും ഈ എരിവോടെ ഇവിടെ നിൽക്കാൻ കാരണം, നിങ്ങൾ ഈ എരിവോടെ ഇവിടെ ഇരിക്കാൻ കാരണം എന്നറിയാമോ? ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നതുകൊണ്ടാ. എരിവ് നൽകിയത് ആരാന്നറിയാം? നമ്മളാണോ? ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് എരിവ് കിട്ടിയതാണോ? ഏതെങ്കിലും പ്രവാചകന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ എരിവാണോ? അല്ല. നിങ്ങളുടെ അകത്ത് ആത്മാവ് വന്നപ്പോൾ ലഭിച്ച എരിവാ ഈ ഇരിക്കുന്ന എരിപ്പ്. അല്ലാതെ കിട്ടിയതല്ല. വെറുതെ മനസ്സിൽ തോന്നി ഞാൻ ഇന്ന് മുതൽ മിനിസ്ട്രിക്ക് ഇറങ്ങാം, അങ്ങനെ കിട്ടുന്ന പരിപാടിയില്ല. അങ്ങനെ വന്നവരൊക്കെ അതിന് താമസിച്ചത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എത്രയും പേർ മിനിസ്ട്രിക്ക് ഇറങ്ങി, പാസ്റ്ററാകാൻ വേണ്ടി എത്രയോ ആൾക്കാർ ഇറങ്ങിപ്പോയി. എത്രയോ വഴി യാത്ര എത്രയോ ആൾക്കാർ തിരിച്ചുപോയി. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ട്. പൗലോസൊക്കെ 13 വർഷത്തിന് മുതൽ 15 വർഷത്തെ കറക്റ്റ് അറിയത്തില്ല ആർക്കും. ഈ 13 അല്ലെങ്കിൽ 15 വർഷത്തിനിടയിലാണ് പൗലോസ് യഥാർത്ഥ മിനിസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. അതുവരെ പൗലോസ് മിനിസ്ട്രി ചെയ്തു, അത് തുലിക്കേണ്ട മിനിസ്ട്രിയാണ്. ആ ജീവിതത്തിനിടയിൽ ഞാൻ വിശ്വസ്തയോടെ അന്ത്യത്തോളം നിന്നുകൊള്ളാമെന്ന് ദൈവസേനയിൽ തെളിയിക്കുമ്പോഴാണ് ദൈവം നമ്മെ അവന്റെ വേലക്കായി നിയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മളേക്ക് ഇപ്പോഴും അല്ലേ, ഞാൻ 12 വർഷത്തിന് ശേഷമാണ് എന്നെ പരിശുദ്ധാത്മാ അല്ലെങ്കിൽ ആ ഒരു സമയ പരിധിക്കുള്ളിലാണ് എന്നെ കർത്താവ് യഥാർത്ഥമായ വേലയ്ക്ക് വേണ്ടി നിയമിച്ചത്. അതിനുശേഷം നമുക്കറിയാം, അതിനുശേഷം ഉണ്ടായ മിനിസ്ട്രിയും പണ്ട് ഞാൻ ചെയ്ത മിനിസ്ട്രി തമ്മിൽ ഒരുപാട് വ്യത്യാസം, അന്തരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. കാരണം നിയോഗം വന്നപ്പോൾ ആ എരിവും അതുപോലെ ഒരു ഭയമില്ലായ്മയും എല്ലാം അകത്തേക്ക് കടന്നു വരാൻ തുടങ്ങി. കാരണം അത് ആത്മാവ് വന്നപ്പോൾ ലഭിച്ചതാണ്. നിങ്ങളുടെ അകത്ത് ഇത് തന്നെയാ. ആത്മാവിനെ പ്രാപിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച എരിവും അല്ലേ, ആ ചൂടൊക്കെയാ ഇന്നകത്തിരിക്കുന്നത്. ലോകത്തുനിന്ന് കിട്ടിയതാണെങ്കിൽ പണ്ടേ പോയേനെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രത്യേകിച്ച് മറന്നു പോകരുത്. ആത്മാവിനെ കെടുത്തിക്കളയരുത്. മീൻസ് അൾട്ടിമേറ്റ് ഞാൻ പറഞ്ഞാൽ ആത്മാവിനെ കിടത്തിയാൽ കാഹളം ധരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആത്മാവിന്റെ സ്വരം ഓരോ ദിവസവും കേട്ട് ശീലിക്കുവാൻ പഠിച്ചേ മതിയാകത്തുള്ളൂ. പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മ കാണുമല്ലേ? ഒരു കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ വന്ന് പ്ലേറ്റ് വെച്ച് ഇരിക്കുന്നത് പോലെയാ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്നത്. ഇനി ഞാൻ ചോദിക്കുന്നില്ല എത്ര പേർ ബൈബിൾ വായിക്കുമ്പോൾ നോട്ട്ബുക്കും പേനയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നില്ല. എല്ലാവർക്കായി സ്തോത്രം, ഇല്ലാത്തവർക്കായി സ്തോത്രം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും. കാരണം അറിവില്ലായ്മയുടെ കാലം ദൈവം ക്ഷമിക്കും. കേട്ടിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനി ക്രൂശിക്കുവാൻ സ്വർഗത്തിൽ വേറൊരു പുത്രൻ പിതാവിനില്ല. ഇനി പിതാവിന് വേറൊരു പുത്രനില്ല എന്ന കാര്യം മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് കേൾക്കുന്നത് ഇതെല്ലാം കേട്ട് നമ്മൾ മറന്നുപോകും. പ്രസംഗിച്ച് ഞാനും മറന്നുപോകും, കേട്ട നിങ്ങളും മറന്നുപോയി. പക്ഷെ മറക്കാത്തൊരുവൻ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ കേൾക്കുന്ന ഓരോ വാക്കുകളും ചിന്തിക്കുന്ന ചിന്തകൾ പോലും ഓരോ കാലടികൾ, യോബിന്റെ പുസ്തകം ഞാൻ പറയുന്നത്, കാലടികൾ പോലും എടുത്തു വെക്കുന്നത് അക്കമിട്ട് നോട്ട് ചെയ്യുന്നൊരു വലിയൊരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന വ്യക്തിയോട് നമുക്ക് കിടത്തിക്കളയരുത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്, ആ അഗ്നിയിലേക്ക് ഈ പറഞ്ഞതുപോലെ വിറകുകൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിനകത്ത് എന്ത് സംഭവിക്കുന്നത്? തീ ആളിക്കത്തുന്നത്. എന്തുകൊണ്ടാ വിറകിടുമ്പോൾ മാത്രം തീ ആളിക്കത്തുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഞാൻ ലോകത്തിൽ മീൻസ് പറയാ, തീ കത്തിക്കൊണ്ടിരിക്കുക, കെടാറായി, വീണ്ടും കുറച്ച് തീ വിറകിട്ട് കൊടുത്തപ്പോൾ തീ ആളിക്കത്തി. അതുപോലെ തന്നെ വചനം എന്ന് പറയുന്ന വിറക് ആ പരിശുദ്ധാത്മാവിന്റെ തീയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണത് ആളിക്കത്തുന്നത്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, പറ. ഞാൻ ഇവിടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, ഞാൻ മറന്നു പോയിട്ട്, പക്ഷെ ഇപ്പൊ കർത്താവ് ഓർപ്പിച്ചത്. എന്തുകൊണ്ടായിരിക്കും അത്? നമ്മൾ വചനം ഇട്ട് കൊടുക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവെന്ന അഗ്നിയിൽ ആ വിറക് എന്താ പറയുക, ഊതി കത്തിക്കൊണ്ടിരിക്കുക, ആഴമായി കത്തിക്കൊണ്ടിരിക്കുക. കാരണം പരിശുദ്ധാത്മാവിന് ഒരൊറ്റ ജോലിയേ ഉള്ളൂ, നമുക്ക് മഹത്വം കിട്ടുകയല്ല, യേശുവിന് മഹത്വം കിട്ടുക എന്നുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, ഇപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാർ അവർ പറയുന്ന വാക്കുകൾക്ക് എന്തുകൊണ്ടെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് അത് എന്താ പറയുക ഇതായി മാറുന്നത്? അത് ദൈവത്തിന്, കർത്താവിന് മഹത്വം കൊടുക്കുന്നതുകൊണ്ടാ. വാക്കുകൾ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ ആത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ കൂടെ ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും നമുക്ക്.
കാരണം ആ മഹത്വം എന്നിലേക്ക്, ഞാൻ വരുന്ന പുസ്തകങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആഴമായിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് ക്ലാസ്സിൽ വീണ്ടും നമ്മൾ എടുക്കും, അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സൺഡേ ക്ലാസ് അതിനെടുക്കും അല്പമായിട്ട്. കർത്താവിന് മഹത്വം കിട്ടുന്ന കാര്യത്തിൽ എല്ലാത്തിനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണാൻ കഴിയും. അല്ലാത്ത ഒരിടത്തും ആ പരിശുദ്ധാത്മാവ് ആവത്തില്ല, വേറൊരു ആത്മാവായിരിക്കും പ്രവർത്തിക്കുന്നത്. കാരണം അത് മനുഷ്യന് മഹത്വം കൊടുക്കുന്ന ഏത് പ്രവർത്തികളിലും മറ്റൊരു ആത്മാവിന്റെ പ്രവർത്തനം കാണാൻ കഴിയും. അപ്പൊ എന്തുമാകട്ടെ, അപ്പോൾ ആ എത്രത്തോളം ആ വചനം ആ തീയിലേക്ക് ഇട്ടുകൊടുക്കുന്നുവോ അത്രത്തോളം ആ വചനത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അത് കഴിയുമെന്ന കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞതുപോലെ കെട്ടുപോകാനിടയുണ്ട് ആത്മാവിനെ. അഞ്ചാമത്തെ എത്ര വാക്യം? 5:19 വാക്യം പറയും, ആത്മാവിനെ കെടുക്കരുത്, അല്ലേ? അപ്പൊ ഇതുപോലെ ആത്മാവിനെ കിടത്തിക്കളയ, അല്ലെങ്കിൽ കരിക്കട്ടയായി പോകുവാനിടയുണ്ട്. വചനം ഇട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് കിടത്തിക്കളയാനിടയുണ്ട്. കാരണം അറിയാമോ, ഈ അഗ്നി വന്നത്, ഭൂമിയിലെ അഗ്നി വന്നത് ഒരു തീയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ തീപ്പെട്ടിയിൽ നിന്നൊക്കെ ആയിരിക്കും ഭൂമിയിലെ അഗ്നി വന്നത്. പക്ഷേ എന്റെയും നിങ്ങളുടെയും അകത്ത് വന്ന തീ എന്ന് പറയുന്നത് അത് തീപ്പെട്ടി കൊണ്ട് ഉരച്ചിട്ടതല്ല, ഏതെങ്കിലും ദൈവദാസന്മാർ ഉരച്ചിട്ടതല്ല അത്, അല്ലേ? ഏതെങ്കിലും സംഘടനകൾ ഉരച്ചിട്ട തീ അല്ലത്. ഈ യാഗപീഠത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 6-ാം അധ്യായം 8-13 വാക്യങ്ങൾ വരെ പഠിക്കുമ്പോൾ അവിടെ വലിയൊരു വാക്യം കാണാൻ കഴിയും. ഒട്ടനവധി ആഴമായ വിഷയങ്ങളാൽ ലേവ്യ പുസ്തകം നമുക്ക് പഠിക്കാൻ കാണാൻ കഴിയുന്നത്. അതിൽ ജസ്റ്റ് വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വിടുകയാണ്. അതിന് 6-ാം അധ്യായം 8-ാം വാക്യം മുതൽ യഹോവ പിന്നെയും മോശയോട് അരുൾ ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, ആരാ? മിനിസ്ട്രിയിൽ നിൽക്കുന്നവർ, അല്ലേ? ആരാത്? മിനിസ്ട്രിയിൽ നിൽക്കുന്നവർ. ഹോമയാഗത്തിന് പ്രമാണമായത്, ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കണം. അത് പറയാ, യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. അപ്പോ നിങ്ങൾ ഒന്നറിയണം, താഴേക്ക് പഠിക്കുമ്പോൾ പുരോഹിതന്മാർ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽ ചട്ടയാൽ തൻ്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിപ്പിച്ചുണ്ടാക്കിയ വെള്ളിയെടുത്ത് യാഗപീഠത്തിൽ ഒരു വശത്ത് ഇടണം. ഇതൊക്കെ എന്തുകൊണ്ടാ ഞങ്ങളൊക്കെ നിങ്ങൾ വെള്ള ഷർട്ട് ഇടുന്നൊക്കെ പറയാൻ കാരണം അറിയാമോ? വെറുതെ പൊട്ടത്തരം വിളിച്ചു പറയുന്നതല്ല. പഴയ നിയമത്തിലെ ഓരോ വാക്കുകൾ എടുത്ത് പഠിക്കുമ്പോഴും, ഓരോ പുരോഹിതന്മാരുടെ ശുശ്രൂഷയെ കുറിച്ച് എടുത്ത് പഠിക്കുമ്പോഴും, അവരെ ഓരോ ഉണ്ടാക്കുന്ന നൂലുകളെ കുറിച്ച് പഠിക്കുമ്പോഴും ഇത് മുഴുവനും കർത്താവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഞാൻ ഈ വാക്ക് വിട്ടുപോകും, ഇത്രയും പറഞ്ഞ് വിട്ടുപോകുകയും, വെറുതെ എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞിട്ട് പോകുന്നതല്ലേ നമ്മളിവിടെ. ഓരോ പുരോഹിതന്മാരുടെ എഫോദിനെ കുറിച്ചും അങ്കിയെക്കുറിച്ചും സമാഗമന കൂടാരത്തെക്കുറിച്ചും അതിന്റെ മൂടുശീലയെക്കുറിച്ചും അതിന്റെ 60 കുറ്റിയെക്കുറിച്ചും 5 ടൺ 5000 കിലോ വെള്ളിയെക്കുറിച്ചൊക്കെ വേദവസം പഠിപ്പിക്കുന്നത് എന്താണെന്ന് നല്ലവണ്ണം അറിവുണ്ടായിട്ട് തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുക. ഇതൊന്നും പഠിക്കുവാനോ വിവരിക്കുവാനോ നമുക്ക് സമയമില്ല. അതിനുള്ള സമയം ഇനി നമുക്കില്ല. നമുക്ക് പുതിയ നിയമത്തെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മാത്രമേ ഇനി നമുക്ക് രക്ഷമയുള്ളൂ. ബാക്കിയൊക്കെ സമയം തീർന്നു. ഇതേക്കുറിച്ച് പഠിക്കാൻ പോയാൽ ഒട്ടനവധി. ലേവ്യ പുസ്തകം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ പുസ്തകമാണ് ലേവ്യ പുസ്തകം. കാരണം പഴയ നിയമത്തിൻ്റെ മോശ കൊടുത്ത പ്രമാണത്തിൻ്റെ സമാഗമന ഗുണം നിർമ്മിക്കുക, എല്ലാ 5 യാഗങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, 7 ഉത്സവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പുതിയ നിയമത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓരോ യാഗങ്ങൾ, 5 യാഗങ്ങൾ, ഈ പ്രാവും കുഞ്ഞിനെയൊക്കെ തല വിരിച്ചെടുത്ത് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയും എന്ത് ദൈവമാണെന്നൊക്കെ തോന്നും. നമുക്ക് ഒരു കുഞ്ഞു പ്രാവിനെ, ഒരു ബലഹീനമായ ഒരു കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ കഴുത്ത് വിരിച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതാണോ ദൈവം എന്നൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെയൊക്കെ വെളിപ്പാടുകൾ മനസ്സിലാക്കുമ്പോൾ അറിയത്തുള്ളൂ ഇതെന്താ കർത്താവ് ഉദ്ദേശിച്ചതെന്നൊക്കെ. അപ്പൊ ഞാനീ പറഞ്ഞത് ഓരോരോ വാക്കുകളൊക്കെ അർത്ഥം വളരെ വിലയേറിയതാണ്. ഹല്ലേലൂയ. ഇതൊന്നും വിവരിക്കുവാനോ പഠിക്കുവാനോ നമുക്കിന് സമയമില്ല. അതിനുള്ള സമയം അതിക്രമിച്ചു. കർത്താവിൻ്റെ വരവ് പടിവാതിക്കലാണ്. അതുകൊണ്ട് ദൈവരായം തന്നെ പോലും ഇത് തീരുമെന്ന് പോലും നമുക്കറിയത്ത് എന്തുവാണെങ്കിലും. അപ്പൊ പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തൻ്റെ നഗ്നത മറച്ചും കൊണ്ട്, ഈ വാക്കുകളൊക്കെ വിവരിക്കാൻ സമയമില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫുൾ സ്ലീവൊക്കെ ഇടുന്ന വെച്ച് അയാൾക്ക് ചോദിക്കാറുണ്ട്. അല്ലാതെ ഈ മസിലും പെരുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാടിയല്ലേ ഇതൊക്കെ ചെയ്ത്, 6 പാക്ക് പരിപാടിയൊന്നും അല്ലത്. അതിനെക്കുറിച്ചൊക്കെ ഈ പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലേ ഏത് മൃഗത്തിന്റെ പേരാ? ഒരു മൃഗത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൊടുത്ത മൃഗത്തെ കുറിച്ച് മറന്നുപോയാ പേര്. ഇതെല്ലാം നമ്മുടെ സകലതും മറച്ചു വെച്ചുകൊണ്ടുള്ള ശുശ്രൂഷ. സകലതും പലപ്പോഴും നമ്മൾ മറച്ചു പറയുമ്പോൾ ഈ പാസ്റ്റർ ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും, തല മൂടുക എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പറയാ എന്തോ. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ വേദവസ്തുവിൽ അടിസ്ഥാനമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതല്ല. എന്തുകൊണ്ടാണ് നഗ്നത മൂടാൻ പറയുന്നത്?
ഇതൊക്കെ അതിന് മർമ്മങ്ങളും വെളിപ്പാടുകളും ഇഷ്ടം പോലെയുണ്ട്. ഞാൻ വിട്ടുപോകുന്നു. എന്നിട്ട് പറയാ, ഹോമയാഗം ദഹിപ്പിച്ചുണ്ടാക്കിയ വെണ്ണീറെടുത്ത് യാഗപീഠത്തിന് ഒരു വശത്ത് ഇടണം. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം. അതിന്റെ 12 വാക്യം പറയുക, യാഗപീഠത്തിൽ തീ കിട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് വരെ അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടക്കി വെച്ച് അതിൽ മീതെ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. എന്നിട്ട് യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇതെന്താ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? തൊട്ട് നേരത്തെ വായിച്ച ഈ വിറകിൽ വന്ന തീ, നമ്മുടെ വീട്ടിൽ അടപ്പ് കത്തിക്കുമ്പോൾ കത്തിയ തീ ഉണ്ടല്ലോ, ആ തീ വന്നത് നമ്മുടെ കയ്യിലെ തീപ്പെട്ടിയിൽ നിന്ന് വന്നത് ആണോ ഇല്ലയോ? അല്ലേ? നിങ്ങളുടെ വീട്ടിലെ തീപ്പട്ടിയിൽ നിന്ന് ഉരച്ചുണ്ടാക്കിയ തീയാണ് ഈ വിറകുകളും ഈ അടപ്പിലെ തീയെ കത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്റെയും നിങ്ങളുടെയും അകത്ത് വന്നിരിക്കുന്ന തീ ഉണ്ടല്ലോ, അതൊരു തീപ്പട്ടി കൊണ്ട് കത്തിച്ചിട്ടതല്ല. അത് കർത്താവിനെ രക്ഷകനാഥനായി സ്വീകരിച്ചപ്പോൾ, പരിശുദ്ധ ആത്മസ്നാനം പ്രാപിച്ചപ്പോൾ ഉയരത്തിൽ നിന്ന് കടന്നു വന്ന തീയാണത്. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് വന്ന തീയാണത്. അത് കിടത്തിക്കളഞ്ഞാൽ എത്രമാത്രം ബോഷന്മാരാകുമെന്ന് ആലോചിച്ച് നോക്കിയേ നമ്മള്. ആ തീക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ മറ്റൊന്നും കൊണ്ട് കഴിയത്തില്ല. ആകെ കഴിയുന്നത് വചനത്തിന് മാത്രമേ ഉള്ളൂ. കാരണം വചനത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യാഗപീഠത്തിന്മേൽ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കണം. യാഗപീഠം ബാക്കി 12 പറയുന്നു, യാഗപീഠത്തിൽ തീ കെടാതെ തീ സൂക്ഷിക്കുന്നത് കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതന്മാർ ഉഷസ്സോറും അതിൽമേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടക്കി വെച്ച് അതിൽ മീതെ സമാധാന യാഗവും മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, തീ പണ്ടേ നമ്മുടെ അകത്ത് വന്നതാ. ഞാൻ ഇന്ന് ഓർക്കേണ്ടത്, ഇവിടെ ഈ വീട്ടിലിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ പണ്ടിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷത്തിന് 10-18 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. അന്ന് ഇതുപോലെ ഒരു പാസ്റ്റർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ആലപ്പുഴയിലെ പാസ്റ്റർ ആയിരിക്കും. അന്ന് അദ്ദേഹം ഇവിടെ വന്ന സമയത്തൊക്കെ ഷാജിയല്ല, അതല്ല, ആ ഒരു പ്രവാചകനുണ്ടല്ലേ, ജോഷി പാസ്റ്റർ, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണ്, അതായിരിക്കണം. അന്ന് ഞാൻ ഒരു വർഷം കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ ആത്മസ്നാനം പ്രാപിച്ചത്. അതേ സ്ഥലത്ത് നിന്നിട്ട് ഇവിടെ നിന്ന് എല്ലാവരും കഞ്ഞി കുടിക്കാൻ എല്ലാവരും പോയപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരിക്കേണ്ടായിരുന്നു. പിന്നീട് ബോധം വന്നപ്പോൾ ഒറ്റയ്ക്കുള്ളതൊക്കെ തോന്നിയത്. ഞാൻ പറഞ്ഞത്, അന്ന് കത്തിച്ചറകിട്ടത കർത്താവ് നമ്മുടെ അകത്തേക്ക് ഇന്നും എനിക്ക് മറക്കാൻ കഴിയാത്ത സ്ഥലമായതുകൊണ്ടത്. എൻ്റെ അകത്ത് അന്ന് ആത്മാവ് കത്തിച്ചിട്ട തീയ, അത് കിടത്തിക്കളയാൻ നമുക്ക് മനസ്സുമില്ല. അതുകൊണ്ട് എത്രത്തോളം വിറകിനകത്താക്കാൻ പറ്റുമോ അത്രത്തോളം ആ വിറകിനെ അകത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് പരിശുദ്ധാത്മാവിന് സ്വർഗത്തിൽ. അതുകൊണ്ട് ഇവിടെ വായിച്ചില്ലേ, യാഗപീഠത്തിൽ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കണം. ആ തീ വന്നത് ഭൂമിയിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതാണ്. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീ അത് കെടാതെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരും ഉത്തരവാദിത്വമാണെന്ന കാര്യം മറന്നു പോകരുത്. സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന തീ, എന്റെയും നിങ്ങളുടെയും അകത്ത് വന്നിരിക്കുന്ന തീ കെടാതെ സൂക്ഷിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല എന്ന സത്യം ആദ്യം തിരിച്ചറിയണം. 9:24 വായിക്കുമ്പോൾ, മോശയും അഹ്റോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ്സ് സകല ജനത്തിനും പ്രത്യക്ഷമായി. വാക്യം 24, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ യാഗപീഠം ഹോമയാഗം അർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഓൾറെഡി ഇവിടെ തീയുണ്ട്, അല്ലേ? ഓൾറെഡി ഇവിടെ തീയുണ്ട്. ഈ തീയിലേക്ക് കാളയാർത്ത രക്തമെടുത്ത് തളിക്കുമ്പോഴൊക്കെ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് പാപത്തിന് വിടുതലും ലഭിച്ചു. ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. ആണ്ടിലൊരിക്കൽ മാത്രമൊക്കെ സംഭവിക്കുന്ന എന്താ പറയുക, യാഗമൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ പാപം ചെയ്താൽ കൊണ്ടുവരുന്ന യാഗമൊക്കെ പറയുമ്പോൾ, ആ സംഗതി യാഗം അർപ്പിച്ച രക്തം ചിന്തിക്കഴിയുമ്പോൾ, അത് യാഗപ്പെടുത്തി തളിക്കുമ്പോൾ പാപത്തിന് വിടുതൽ കിട്ടിക്കഴിഞ്ഞു. ഒരു സംശയം വേണ്ട, അല്ലേ? പക്ഷേ ഒരു സത്യം പറയണം, ഇവിടെ മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിക്കുന്ന സമയം വരെ ഒരു പ്രത്യേകമായ വാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുക. ഈ ഒരു വാക്കൊക്കെ എൻ്റെ അകത്ത് വെളിപ്പാടായപ്പോഴാ ഈ രക്ഷയെക്കുറിച്ചൊക്കെ ഞാനും ആഴമായി പഠിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ.
നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ, ഒരു മാറ്റവുമില്ല, സത്യമായ കാര്യം തന്നെയാണ്. അവന്റെ രക്തം ചീന്തിയപ്പോൾ ഞാനും നിങ്ങളും മോചിക്കപ്പെട്ടു ഈ ഭൂമിയിൽ നിൽക്കുന്ന ആൾക്കാരാ. പക്ഷേ ഒരു സത്യം അറിയണം, യഥാർത്ഥമായി ഇന്നും അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒരുപക്ഷെ എൻ്റെ വാക്കുകളുടെ പരിമിതി കൊണ്ട് എനിക്ക് വാക്കുകൾ അധികം ഉണ്ടാകത്തില്ല പറഞ്ഞു നിങ്ങൾക്ക് തരുവാനായിട്ട്. ഒരു പക്ഷേ ഞാൻ പറയുന്നത്, യേശുവിൻ്റെ രക്തം എന്നെയും നിങ്ങളെയും വിടിവിച്ച് സത്യമായ കാര്യമാണ്. പക്ഷേ ഇവിടെ വാക്യമുണ്ട്, മോശയും അഹരോനും സമാഗമന കൂടാരത്തുനിന്ന് പുറത്തു വരുന്ന ജനത്തെ ആശീർവദിക്കുന്ന സമയം വരെ, ആ സമയം വരുമ്പോഴാണ് അത് യഹോവ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. എൻ്റെ വാക്ക് ക്ലിയർ അല്ലേ? ഡൗട്ടില്ല നിൽക്കലേ? യാഗപീഠത്തിന്മേൽ യാഗം കഴിച്ച് രക്തം തളിക്കുമ്പോൾ അവൻ വിടിവിക്കപ്പെട്ടതാ. അത് ഇസ്രായേൽ ആവട്ടെ, വ്യക്തിപരമായിട്ട് ആരുമാകട്ടെ, സത്യമായി അവർ വിടിവിക്കപ്പെട്ടതാ. പക്ഷേ പരസ്യമായി യഹോവ വെളിപ്പെടുത്തപ്പെടാന്നറിയാമോ? എപ്പോഴാണ് വെളിപ്പെടുത്തുന്നത്? ഈ മോശയും അഹരോനും സമാഗമന കൂടാരത്തിന് അകത്ത് കടന്നിട്ട് പുറത്തു വരുന്ന സമയമുണ്ട്. പുറത്തു വരുമ്പോഴാണ് യഹോവ യഥാർത്ഥമായിട്ട് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്, നീ പരിപൂർണമായി സൗഖ്യമായിരിക്കുന്നതിലും പരിപൂർണമായും നിന്റെ യാഗം ഞാൻ സ്വീകരിച്ചിരിക്കുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പരസ്യമായി അത് ഡിക്ലെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതിനർത്ഥം നമ്മളെ കർത്താവ് നമ്മളെയൊക്കെ വിടുവിച്ചു, അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ സൗഖ്യമാക്കി, നമ്മളെ വീണ്ടും ജനിപ്പിച്ചു, ഒക്കെ ശരി തന്നെയാണ്, എല്ലാം സത്യമാണ്. ആ ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ ആയുസ് മുഴുവൻ കളഞ്ഞുകൊണ്ട് കർത്താവിനെ പ്രസംഗിച്ച് ജീവൻ തീർക്കുന്നതും ആ ഒറ്റ പ്രത്യാശ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ജീവിതയാത്രയിൽ എൻ്റെ വിശ്വാസം തള്ളിക്കളയുവാനും നഷ്ടപ്പെടുത്തുവാനും ഒക്കെ ഇടയുണ്ട്, ഏത് വ്യക്തിക്കാണ്ടെ. എന്നാൽ കർത്താവ് പോയി തിരിച്ചു വരുന്ന ദിവസമുണ്ട്, എന്നെയും നിങ്ങളെയും ചേർത്ത് കൊണ്ടുപോകുന്ന ദിവസം. അന്നാണ് അതിന്റെ മഹത്വം പ്രത്യക്ഷമാകാൻ പോകുന്നത്. ഇതുവരെ സൂക്ഷിച്ച മഹത്വം, അല്ലെ, ഇതുവരെ സൂക്ഷിച്ച വിശ്വാസം, ഇതുവരെ പുറകെ പിടിച്ച പ്രത്യാശ, അതിന്റെ മഹത്വം തെളിയിക്കപ്പെടുന്നത് എന്നല്ല, അത് കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കില. അന്നാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ച രക്ഷയുടെ മഹത്വം തിരിച്ചറിയാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചില വാക്കുകൾ ഈ പഴയ നിയമമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം വാക്കുകളൊക്കെ, ഒരുപാട് വാക്കുകളൊക്കെ അർത്ഥം നമ്മൾ അറിഞ്ഞേ മതിയോ. മലയാള വാക്കുകൾ ഒരുപാട് അറിയണം നമ്മളൊക്കെ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ, മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്ന് പുറത്തു വന്ന സമയത്താണ് യഥാർത്ഥമായ ദൈവം അവരെ പരസ്യമായി, മറ്റത് മുമ്പേ പ്രകടമായി ശരി തന്നെയാണ്, പക്ഷെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അവിടെ വെച്ചാ. യഹോവയുടെ തേജസ് സകല ജലത്തിൽ പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ച് ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആ ഉയരത്തിൽ നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന തീ ഉണ്ടല്ലോ, ആ തീ കിടത്തിക്കളയാതിരിക്കുന്നത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല, എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അതിൽ ആർക്കും എന്താ പറയുക, കൂട്ടു നിൽക്കാനോ നിങ്ങളുടെ തീ കിടത്തിക്കളയുവാൻ എനിക്കോ എൻ്റെ അകത്ത് വന്നിരിക്കുന്ന തീ കിടത്തിക്കളയാൻ നിങ്ങൾക്കോ ആകില്ല. ഒരു ഭാര്യയുടെ അകത്ത് വന്ന് തീ കിടത്തിക്കളയുവാൻ ഭർത്താവിനോ, ഭർത്താവിൻ്റെ അകത്ത് വന്ന് തീ കിടത്തിക്കളയാൻ ഭാര്യയ്ക്ക് കഴിയത്തില്ല. മക്കളുടെയും പാരൻസിൻ്റെ ഒക്കെ ഒന്നും കഴിയത്തില്ല. എല്ലാം സ്വർഗത്തിൽ ഡയറക്റ്റ് ഇറങ്ങി വന്നിരിക്കുന്ന കാര്യമാണ്. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അത് എത്രത്തോളം നാം ഉപയോഗിക്കുന്നുവോ, എത്രത്തോളം ആ തീയെ കത്തിക്കുന്നുവോ, അത്രത്തോളം നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടായിരിക്കും. കിടത്തിക്കളയാതെ നമുക്ക് കളയാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ലേവ്യ 9:13 വാക്യം പഠിക്കുമ്പോൾ ദഹിപ്പിച്ചത് വാക്യം കാണാൻ കഴിയും. ഗണ്ഡഗണമായി ഹോമയാഗമായ തലയും അടുത്ത് വന്ന് കൊണ്ടുവന്നു, അവൻ അവയെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. വാക്യം 14. എല്ലാം സംഭവിക്കുന്നത് ആ തീയിൽ നിന്ന് കൂടി മാത്രമാണ്. അത് മാത്രം പറഞ്ഞു വിടുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ആ ഉയരത്തിൽ നിന്ന് വന്ന തീയിൽ കൂടെ മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, ഞാൻ വിട്ടുപോകുക. ഇത് തന്നെയാ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ നാം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. വാക്യം 3. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി അവരിൽ ഓരോരുത്തന്റെ മേൽ വ്യക്തിപരമായി പതിഞ്ഞു.
അല്ലേ? ഉയരത്തിൽ നിന്ന് വന്ന തീ കിടത്തിക്കളയരുതെന്ന് പറയുമ്പോൾ, കിടത്തിക്കളയരുത്, ആത്മാവിന്റെ പ്രവർത്തനം നിർത്തിക്കളയെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇത് ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ, വ്യക്തിപരമായിട്ട് ആത്മാവിന്റെ സ്നാനം, ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവിന്റെ സ്നാനം വ്യക്തിപരമായി പ്രാപിക്കുമ്പോൾ, നോക്കിയേ, അത് വ്യക്തിപരമായി എത്ര പേര്? 120 പേരാ നിൽക്കുന്ന ആൾക്കാർ, അല്ലേ? മാർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരടങ്ങുന്ന ഒരു ചെറിയ പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. അവിടെ അമ്മയുണ്ട്, അല്ലേ? മറിയയുണ്ട്, മറ്റു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീയൊക്കെ ഉണ്ട്. പക്ഷേ സ്വർഗത്തിൽ നിന്ന് വന്ന ഒറ്റ നാവ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ഒറ്റ തീയ. പക്ഷേ ആ സ്വർഗം വിട്ട തീ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ, ആകാശമണ്ഡലം കടന്ന്, മേഘമണ്ഡലം കടന്ന് ആ മാർക്കോസിന്റെ മാളിക മുറിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാവുകൾ 120 പിരിഞ്ഞുപോയി, ഒരേപോലെ വന്ന് ആവസിച്ചു. അത് ഇന്നും ഓരോന്നായി ഓരോരുത്തരുടെ മേൽ വ്യക്തിപരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തീയാണ് കെടുത്തിക്കളയുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആത്മസ്ഥാനം, ഞാനിത് ഇവിടെ ഇരുന്നോടെ ആത്മസ്ഥാനം പ്രാപിച്ചത്. ചില മാസങ്ങൾ കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് ചില മാസങ്ങൾ കഴിഞ്ഞിട്ട് ആത്മസ്ഥാനം പ്രാപിച്ചത്. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് വളരെ. സഭയും പരിശുദ്ധാത്മാവും ദൈവസഭയും എന്ന് പറയുന്ന ക്ലാസ് നമുക്കുണ്ട്. പരിശുദ്ധാത്മാവും ദൈവസഭയും ആഴമായ ക്ലാസ്സാണ്. അപ്പൊ അവിടെ നമ്മൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആത്മസ്നാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. ആരെങ്കിലും വ്യക്തിപരമായി പരിശുദ്ധാത്മാവിലുള്ള ആത്മസ്നാനം പ്രാപിക്കാത്തവരാണ്, എത്രയും വേഗം നിങ്ങൾ ദൈവത്തോട് വിശ്വാസത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് തരും. കാരണം ഇത് ഉയരത്തിൽ നിന്ന് വന്ന് കത്തിക്കുന്ന തീയ, അത് നമ്മുടെ അകത്തേക്ക് ഇടുന്നതാണ്. ആ തീക്കകത്ത അഭിഷേകവും എല്ലാ കൃപാവരങ്ങളും എല്ലാം അതിനകത്തായി ഇരിക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങും, അല്ലേ? അന്യഭാഷകളിൽ ഇന്ന് നമ്മൾ അന്യായ ഭാഷയൊക്കെ സംസാരിക്കാറുണ്ട്, അത് വേറെ കാര്യമല്ലേ? അത് എവിടേക്ക്? ഈ ആത്മാവിനെ കിടത്തിക്കളയുന്ന കൊണ്ടുള്ള പ്രശ്നമാണ്. കുറ്റാരവും ക്രോധവും വായിച്ചത് കോപവും സകല ദുർഗുണങ്ങൾക്ക് അകത്തു കിടക്കുമ്പോൾ, അറിയാതെ വായിൽ വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞതുപോലെ അന്യഭാഷ മാറി പിന്നെ അന്യായ ഭാഷകൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ ഇവിടേക്കാ നമ്മുടെ ഇത്. അതുകൊണ്ട് തന്നെയാ എത്രത്തോളം വിറക് വചനം നമ്മുടെ അകത്തേക്ക് ഇടുന്നു, അത്രത്തോളം പരിശുദ്ധാത്മാവിന് എന്നിൽ എന്താ പറയുക നിവർത്തിക്കുവാൻ, ആ വചനത്തിന്റെ പ്രവൃത്തികൾ, ആ വചനത്തിലുള്ള സകല നിവർത്തിക്കാൻ കഴിയുമെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഡെയിലി ബ്രെഡിനെ കുറിച്ച്, അല്ലേ? ഓർമ്മയുണ്ടോ? അത് പർട്ടിക്കുലർ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. മണ്ണയെക്കുറിച്ച് ഞാൻ തൽക്കാലം ക്ലാസ് എടുക്കുന്നില്ല, ബാക്കി പിന്നീട് എടുക്കാൻ അതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് ഈ എന്താ പറയുക, ഈ വ്യക്തികൾ 120 പേരുടെ മേൽ മധ്യേ ഇറങ്ങി വന്ന ഈ ചെറിയൊരു നാവ് വലിക്കുന്ന ചെറിയ തീക്കനലിൽ ഒരു പത്രോസൊക്കെ ഒരു എന്താ പറയുക ആ ആത്മസ്ഥാനം പ്രാപിച്ചു കഴിഞ്ഞ പൗലോസൊക്കെ ആത്മസ്ഥാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതുവരെ കാണാത്ത ബലമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഒറ്റ പ്രസംഗത്തിൽ പത്രോസ് 3000 പേർ രക്ഷിക്കപ്പെടുത്തി, അല്ലേ? അങ്ങനെ പറയാ, രക്ഷിക്കപ്പെടുത്തി എന്നൊക്കെ പറയല്ലേ? 5000 പേർ, അടുത്ത പിന്നെ 5000 പേർ ഒറ്റ പ്രസംഗത്തിൽ. ഒരു കാട് കത്തിക്കുന്നത് പോലെയാ ആ തീയുടെ മഹത്വം വെളിപ്പെട്ട് വരുന്നത്. ഒരു കാട് കത്തിക്കുന്നത് പോലെ, ഒരു ചെറിയ തീക്കനൽ അകത്ത് വന്നപ്പോൾ ഒരു കാട് കത്തിക്കുന്ന പോലുള്ള മഹത്വമാ ഓരോ വ്യക്തി ജീവിതങ്ങളകത്ത് വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ! എത്രയോ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഭൂമിയിലെ തീക്ക്, ഒരു ചെറിയ തീക്ക് ഞങ്ങൾക്ക് ഈ കുട്ടിക്കാനം, കുമളി, കട്ടപ്പന ഹൈ റേഞ്ചുകൾക്ക് ഒരുപാട് പ്രവർത്തിച്ചു, എത്രയോ വർഷങ്ങൾ പ്രവർത്തിച്ച ആൾക്കാരെന്നറിയാമോ? കാടുകളിലൊക്കെ ചില തീപ്പൊരികൾ വരും. ശരിക്കും പറഞ്ഞാൽ ഈ കഞ്ചാവ് കൃഷിക്കാർ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പണിയാന്നൊക്കെ പറയുന്നത്, നമുക്ക് അറിയത്തില്ല. അവരൊക്കെ പറയാറുണ്ട് തീ കത്തിച്ചിരിക്കാന്നൊക്കെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഒരു ചെറിയ തീ ആ കാടുകൾ മുഴുവൻ കത്തിച്ച് ചാമ്പലായി കളയും. അത്രയ്ക്ക് പവർ ആ ഭൂമിയിലെ ഒരു തീപ്പട്ടിയുടെ തീയിനുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീക്ക് എത്രമാത്രം നമ്മളുടെ മനുഷ്യരെ കത്തിക്കാൻ കഴിയുമെന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ! ഇത് അകത്തുനിന്ന് ആത്മാവിലേക്ക് എരിയുന്ന കാര്യമാണ്. മറ്റേത് ഔട്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ. ഈ തീയൊക്കെ ഔട്ടറിൽ നടക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രസംഗങ്ങൾ, നമ്മളെയൊക്കെ കേൾക്കുന്ന, നമ്മളൊക്കെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ആ വാക്കുകളൊക്കെ എത്ര പേരുടെ അകത്താണെന്നറിയാമോ? അന്തരാത്മാവിൽ ജീവൻ കൊടുക്കുന്നതൊക്കെ. 1,00,000 വരെ ജനങ്ങളൊക്കെ ഞങ്ങൾ ട്രെയിനിങ് സെന്ററിൽ പോയി പഠിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവണോ നിങ്ങൾക്ക്? ഹല്ലേലൂയ! ഒരു തീക്കനൽ എന്റെയും നിങ്ങളുടെയും അകത്ത് വന്നപ്പോൾ എത്ര പേരെ കത്തിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു, എത്ര പേരെ ഉറപ്പിക്കാൻ കഴിഞ്ഞു നമുക്ക്. ഹല്ലേലൂയ! നമ്മുടെ ജീവിതയാത്രയിൽ ഇതുപോലെ ആത്മാവിനെ കിടത്തിക്കളയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോപം, ക്രോധം, കുറ്റാരവം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആത്മാവിനെ കിടത്തിക്കളയുന്നത്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ദുഃഖിപ്പിച്ചാൽ ഇന്നലെ നാളെ അത് കെട്ടുപോകാനിടയുണ്ട്.
ഹല്ലേലൂയ. ഇന്ന് ഇഷ്ടം പോലെ ആൾക്കാരെ എനിക്കറിയാം, ഉൽക്കകൾ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മിനിസ്ട്രി ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഒരു കരിക്കട്ടകളായി ഏതൊക്കെ മൂലകളിൽ ഇരിക്കുന്നുണ്ട്. ഇന്നൊരാൾ എനിക്കറിയാം, എന്താ പറയുക, ഈ ലോട്ടറി വിൽക്കുന്ന ആളായിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ട്. ഒരാൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അറിയപ്പെടുന്ന ദൈവാസന്മാരായിരുന്നു ലോട്ടറി കച്ചവടം ചെയ്യുന്നതെന്ന്. ഒരാൾ തട്ടുകട കച്ചവടം ചെയ്യുന്ന ഒരാൾ. എത്ര പേരെനിക്കറിയാമെന്നറിയാമോ? തിളങ്ങിക്കൊണ്ടിരുന്ന മുത്തുകളായിരുന്നു, പവറുകളായിരുന്നു ഇവിടുത്തെ. നിങ്ങളുടെ അറിവില്ലവരും ഉണ്ടോ? പറയണ്ട, അറിഞ്ഞിരുന്നാൽ മതി. എത്രയോ പേർ, എനിക്ക് എൻ്റെ അറിവിലെ കാര്യങ്ങൾ ഞാൻ പറയും. എത്രയോ ആൾക്കാർ. എന്തുകൊണ്ടെന്നറിയാമോ സഹോദരങ്ങളെ? എന്തുകൊണ്ടെന്നറിയാമോ? ഈ ഇട്ടുകൊടുക്കേണ്ട സാധനം ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഈ കാണുന്ന കണ്ണടച്ച് പിടിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നതല്ല. അത് ആത്മാവിൽ നിന്ന് ഗൈഡൻസ് കിട്ടിയിട്ട് വിളിച്ചു പറയുന്ന പ്രവചനമൊക്കെ എന്ന് പറയുന്നത്. എന്തെങ്കിലും പിച്ചും പെയ്യും കണ്ണടക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന, ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, നിങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വായിക്കാൻ പറ്റും പിശാചിന്. മനസ്സിന്റെ മോഹങ്ങളും ഇഷ്ടങ്ങൾക്കും അശുദ്ധാത്മാവിന് വായിക്കാൻ പറ്റും. അത് പ്രവചനമൊന്നുമല്ല. ഞനക്കതിന്റെ ഇര അല്ലേ, ഇരകളാ ഞനക്ക് അതിന്റെ കയ്യിലെ പൈസ പോയെന്നല്ലാതെ വേറെ ഗുണം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കണക്ഷൻ വിട്ടുപോകരുത്. അത് ഇത്രയും പറയാൻ കാരണം, ആ തീയെ കിടത്തിക്കളയത്, ആ കണക്ഷൻ വിട്ടുപോകരുത്. ഇവിടെ ഇങ്ങനെ ഒരു വാക്യം ചിന്തയിൽ വന്നുകൊണ്ട് പോയി പറയാം. ഒന്ന് കൊറിന്ത്യർ ലേഖനത്തിലില്ല വാക്യം, സ്വർഗത്തിലുള്ളത് അറിയുവാൻ പിതാവിന്റെ ഹൃദയത്തിലുള്ളത് അറിയുവാൻ പിതാവിന്റെ ഒന്ന് കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലുള്ള വാക്യം പറയുന്നത്. 2-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യമില്ല, പിതാവിന്റെ ഹൃദയത്തിലുള്ളത് അറിയുവാൻ പിതാവിന്റെ ആത്മാവ് നമ്മളിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നിരിക്കും അല്ലേ. എത്രാമത്തെ വാക്യോ? അപ്പൊ കറക്റ്റ്, അതിലാ കറക്റ്റ്. 2-ാം അധ്യായം. താഴേക്ക് വായിച്ചേ. ദൈവത്തിന് ഹൃദയത്തിലെ അറിയുവാൻ അവന്റെ എത്രാമത്തെ വാക്യോ? 11 വായിച്ചേ. ആത്മാവ് പറയും. ഓക്കെ, നമുക്കൊരു ആ വാക്യം ഒന്ന് വായിച്ചേ. നോക്കിയേ, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായിട്ട്. ശ്രദ്ധിച്ചേ, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായിട്ട്. വാക്കിന് അർത്ഥം മനസ്സിലായോ? ദൈവം ദൈവമക്കളായ നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളും വാഗ്ദത്തങ്ങളും അറിയുവാനായിട്ട് അവന്റെ ആത്മാവിനെ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ അവൻ കത്തിച്ചു വിട്ടിരിക്കുക. വാക്യം അതല്ലേ? അവന്റെ ആത്മാവിനെ അല്ലാതെ വേറെ ഒരു ദൈവത്തുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ഇത് സത്യം ആദ്യം തിരിച്ചറിഞ്ഞാൽ മതിയാകത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവമായിട്ട്, ഞാൻ പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ച് അല്ലാതെ ഭൂമിയിലെ മറ്റു ദൈവങ്ങളെ കുറിച്ചല്ല പറയുന്നത്. സ്വർഗത്തിലെ ഏക ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടാകുവാൻ ആകെ ഉള്ള മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് മാത്രം. അതുകൊണ്ടാ അല്ലേ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അവൻ നമുക്ക് നൽകിയിട്ടുള്ളത് അറിയുവാനായിട്ട്. അവൻ നമുക്ക് നൽകിയത്, അവന്റെ ആത്മാവിന് നൽകിയത്, കാര്യസ്ഥനായി നൽകിയത് എന്തിനു വേണ്ടിയാ? അവൻ നമുക്ക് നൽകിയത് അറിയണമെങ്കിൽ, അല്ലേ, അവന്റെ ഹിതം അറിയണമെങ്കിൽ, അവന്റെ ഇഷ്ടം അറിയണമെങ്കിൽ, അവന്റെ അവകാശങ്ങളും വാഗ്ദത്തങ്ങളും നമ്മൾ അറിയണമെങ്കിൽ ആകെയുള്ള മാർഗം പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. പിന്നെ ദുഃഖിപ്പിച്ചാൽ നമുക്ക് വല്ല അറിയാൻ പറ്റുമോ? ഒന്നും ഉണ്ടാക്കത്തില്ല. കുറച്ചു നാൾ ഇങ്ങനെ കറങ്ങി നടക്കാന്നല്ലാതെ കുറെ കഴിയുമ്പോൾ കരിക്കട്ടയായി മാഞ്ഞിരിക്കും പോകേണ്ടി വരും നമ്മളൊക്കെ. അതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയ ഒരു ഭൂമിയിൽ ഒരു തീ നാളത്തിന് ഒരു കാട്ടുതീ പോലെ പടർന്നു പിടിച്ച് കത്തിക്കാൻ കഴിയുമെങ്കിൽ ഈ നമ്മുടെയൊക്കെ അകത്ത് വന്ന പരിശുദ്ധാത്മാവ് കത്തിച്ച ആ തീക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയും. ഹല്ലേലൂയ. അത് കണ്ടതുകൊണ്ട് ഒരു ഭയവും കൂടാതെ ഞങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്നത്. ഒരു ഭയവും ഇല്ല, ഒന്നിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല, ഒരു ഭയവും ഇല്ലാതെ ശുശ്രൂഷിക്കാൻ കാരണം അത് ഏത് ആത്മാവാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ്. എമ്മൗസിലേക്ക് പോയ ചില വ്യക്തികളെ, 2 വ്യക്തിയെ കുറിച്ച് നമുക്കറിയാം.
അന്ന് തന്നെ അവർ രണ്ടുപേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയാൽ അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർ കൊടുത്തു. യേശുവിനെ കുറിച്ച് മരിച്ച് അടക്കപ്പെട്ട് യേശു കർത്ത രണ്ടുപേർ പോകുമ്പോൾ അല്ലേ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുക. ആരെ കുറിച്ചാ? കഴിഞ്ഞ ദിവസം അപ്പുറത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുക. ഇങ്ങനെ കുറെ ഒരാൾ ഒരുത്തം വന്ന് സംഭവമൊക്കെ ഇങ്ങനെയാണ് അവൻ അവസാനം മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാ ഒരുത്തൻ കൂടെ നടക്കുന്നത്. അവർക്ക് മനസ്സിലായില്ല ഈ പുള്ളിയാണെന്ന്. പക്ഷേ ഉടനെ അവർ ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് നുറുക്കി അനുഗ്രഹിച്ച് അവർ കൊടുത്തപ്പോൾ ഉടനെ അവരുടെ കണ്ണുകൾ തുറന്ന് അവർ അവനെ അറിഞ്ഞു. അല്ലേ? ഉടനെ കണ്ണുകൾ തുറന്ന് അവനെ അറിഞ്ഞു. അവൻ അവർക്ക് പ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ ഇരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കുന്ന അറിയാമോ? ഇത് പറഞ്ഞ വ്യക്തി ആരാ? യേശു അല്ലേ? യേശു റോട്ടിൽ കൂടി പോകുമ്പോൾ സംസാരിക്കുമ്പോൾ ആ അകത്ത് ഈ പറഞ്ഞതുപോലെ ആ വചനങ്ങൾ സംസാരിക്കുമ്പോൾ ആ വചനത്തിലെ മഹത്വം കൊടുക്കുന്നത് ഇവിടെ. അതുകൊണ്ട് പറയുന്നത് അവൻ വഴി നമ്മുടെ സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ അല്ലേ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്കത് മനസ്സിലായത്. എന്തോ പോകട്ടെ, ഞങ്ങൾക്ക് വിട്ടുപോകുകയാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിടത്തിക്കളയരുത്, കെടുക്കരുത് എന്നൊക്കെ പറയുന്ന വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. കിടന്ന് കെട്ടുപോയാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് എപ്പോഴും ക്ലാസ് എടുത്തോളാം. കെടുത്തിക്കളഞ്ഞാൽ, നഷ്ടപ്പെടുത്തിക്കളഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഊതി കത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും നമ്മൾ അതിനൊക്കെ. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആ വഴിക്ക് പോകാതെ വചനപ്രകാരം ആ ആത്മാവിനെ കെടുക്കിക്കളയാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ശലോമോന്റെ വീഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഇന്നുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ശലോമോന്റെ വീഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയും കർത്താവ് യഹോവയായ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ അത് വിട്ടുപോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ശലോമോന്റെ വീഴ്ചയ്ക്ക് കാരണം. ശലോമോനെ കുറിച്ച് ദൈവം പറയുന്നത് ഇതുപോലത്തെ ഒരു ജ്ഞാനി ഉണ്ടായിട്ടില്ല അല്ലേ, ഇനി ഉണ്ണത്തുമില്ല, ഈ ഉണ്ണതല്ലേ ഉണ്ടാകത്തുമില്ല പറഞ്ഞിട്ടില്ലേ, ഇത് ഇനി ഉണ്ടാകത്തില്ലെന്ന് വാക്കില്ലേ? എങ്ങനെയാ വാക്ക് പറയുന്നത്? ഇതുപോലത്തെ ഒരു ജ്ഞാനി വായിച്ചിട്ടില്ല നിങ്ങൾ ആരും? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചോണ്ട് എഴുതി വെക്കാറുന്നത്. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ ആണോ? അങ്ങനെയാണോ നിങ്ങളുടെ ബൈബിളില്? ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ജ്ഞാനി ആരാ? വചനം എന്താ പറഞ്ഞത്? ശലോമോൻ അല്ലേ? ഉറപ്പാണോ? അന്ന് ആ ശലോമോൻ തന്നെ സഭാപ്രസംഗം 3-ാം അധ്യായം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുക, മനുഷ്യന്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു ഞാൻ അറിയുന്നില്ല, മൃഗത്തിന്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു ഞാൻ അറിയുന്നില്ല. ഇഷ്ടംപോലെ പൊട്ടത്തരങ്ങൾ, വായെടുത്ത മുഴുവൻ പൊട്ടത്തരങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായി ആ മാറ്റപ്പെട്ടു. ഞാൻ പറയുക, ശലോമോനേക്കാൾ എത്രയോ 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 ഉയരങ്ങളിലാണെന്നറിയാമോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കാരണം നേരത്തെ വായിച്ചും പിന്നീട് അതിനെ ക്ലാസ് എടുക്കും. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ആൻഡ് മാൻ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. എങ്ങനെ ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റും. നോക്കി, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ അറിയുവാനും ദൈവം നമുക്ക് നൽകിയത് അറിയുവാനുമായിട്ട് അവൻ്റെ ആത്മാവിനെ എൻ്റെ നിങ്ങളുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുക. ശലോമോനേക്കാൾ എത്രയോ എത്രയോ ഉന്നതങ്ങളിലാണെന്നറിയാമോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷെ നമുക്കതിൻ്റെ മഹത്വം ഇന്ന് മനസ്സിലായിട്ടില്ല. അത് മിണ്ടില്ല നിങ്ങൾ. ശലോമോനേക്കാൾ എത്രയോ എത്രയോ മൃഗത്തിന് ആത്മാവുണ്ടെന്നോ എന്താ പറയുക, മനുഷ്യന്റെ ആത്മാവ് എങ്ങോട്ട് ഒന്നും അറിയാതെ ജീവിക്കുന്ന തലമുറയിൽ അന്ന് ആദ്യം വലിയ ആളായിരുന്നു, ജ്ഞാനിയായിരുന്നു. പക്ഷേ പുതിയ നിയമസഭയുടെ മുമ്പിൽ അദ്ദേഹം ഒന്നുമല്ല. കാരണം ഇന്ന് ദൈവത്തിന്റെ കിലോമീറ്ററുകൾ ഉയരത്തിൽ ഉത്തരദിക്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന രഹസ്യങ്ങൾ അറിയുവാൻ ഇന്ന് നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അത് വിനിയോഗിക്കാൻ നമുക്കറിയില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. എന്താണെങ്കിലും നമുക്ക് അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ യഥാർത്ഥമായ ശലോമോനേക്കാൾ വലിയൊരു ജ്ഞാനിയായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഞാൻ എന്ന് വെച്ചത് ഭൗതികമായ ജ്ഞാനത്തെക്കുറിച്ചല്ല, ഒരു ജ്ഞാനിയായിട്ട് തലമുണ്ടാക്കി നടക്കുന്ന ആളെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ വേണ്ടി മാത്രം. ശലോമോന്റെ വീഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടത് ജനമെല്ലാം കേട്ട് ഭയപ്പെടണം. നിന്റെ ദൈവമായ യഹോവ, എത്രാമത്തെ വാക്യോ? ആവർത്തന പുസ്തകം
ഏഹ്, 17-ാം അധ്യായം. 17-ാം അധ്യായം അതിന് 15-ാമത്തെ വാക്യം. ആവർത്തനം 17-ാം അധ്യായം അതിൽ 13 മുതൽ വായിക്കുമ്പോൾ ഒരു സത്യം നമുക്കറിയാം. ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന് പണ്ടേ അറിയായിരുന്നു ഇസ്രായേൽ അവർ അവർ ഒരു രാജ്യമായി തീരുന്നതിന് മുമ്പേ ദൈവത്തിന് നല്ലവണ്ണം അറിയാം ഇവർക്കൊരു ദിവസം ഒരു ചോദ്യം വരും, ഒരു ആഗ്രഹം വരും, ഒരു മോഹം വരും. എന്നറിയാമോ? ഒരു രാജാവിനെ വേണമെന്ന്. കാരണം ഇവർക്ക് മുഴുവൻ കണ്ടു പഠിച്ചത് മുഴുവനും അത് തന്നെയാണ്. ഒന്നും വേണ്ടിയില്ല നിങ്ങൾ. അതുകൊണ്ട് തന്നെയാ ദൈവം അവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് ഇവിടെ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുക. ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ട ജനമെല്ലാം കേട്ട് ഭയപ്പെടണം. ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപ്പാർത്ത ശേഷം എൻ്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാൻ ഒരു രാജാവിനെ എൻ്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ, അപ്പോൾ സജനം ഇന്ന് കർത്താവിനോട് ഇരിക്കുക. പക്ഷേ ഭാവിയിൽ അവർ ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയാം. നമ്മുടെ കർത്താവിന്റെ പേരറിയാമോ? സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ. അതുകൊണ്ട് ദൈവത്തിന് പണ്ടേ അറിയാം ഇവർ ചോദിക്കുമെന്നും. അതുകൊണ്ട് ദൈവം അന്നേ പ്രമാണം കൊടുത്തു. ആ പ്രമാണമായി വായിക്കുന്നത്, രാജാവിനെ എൻ്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ ദൈവമായ യഹോവ നീ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേൽ ആക്കണം. നിന്റെ സഹോദരന്മാരെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കണം. നിന്റെ സഹോദരൻ അല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂടാ. വാക്യം 16. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്. ആരെക്കുറിച്ചാ? ഒരു രാജാവിന് വേണമെന്ന് പറയുമ്പോൾ ആ രാജാവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് മാത്രമല്ല യഹോവ തീരുമാനിക്കുന്ന ആളായിരിക്കണം. അടുത്തത്, ആ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ, അവന് കുതിര അനവധി ഉണ്ടാകരുത്. അധികം കുതിര സമ്പാദിക്കേണ്ടത് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവന് ഇടവരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേക ഭാര്യമാരെ അവൻ എടുക്കരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയുമരുത്. അവൻ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് നീ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എടുക്കണം. ഈ ന്യായപ്രമാണത്തെ സകലവചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ചു നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കണം. അവൻ്റെ ഹൃദയം സഹോദരന്മാരും ഇത് അഹങ്കരിച്ചുയരാതെ അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിന് അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേൽ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. നോക്കി, ഇവർ രാജാവിനെയൊക്കെ ചോദിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയാമോ? പക്ഷേ ദൈവത്തിനറിയാം ഇവർ ഒരു രാജാവിനെ ചോദിക്കുമെന്നും. രാജാവിനെ ചോദിക്കുമ്പോൾ അന്ന് അവർ കൊടുക്കേണ്ട പ്രമാണം ഇതാ. പ്രമാണം എന്താ? നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നീ ഒരുത്തനെ എടുക്കണം. അത് പറയാൻ വേണ്ടിയില്ല, ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയില്ല എടുക്കുന്നത്, ഒരു വാക്യം മാത്രം എടുക്കാൻ വേണ്ടിയാ. അത് പറയാ, നിന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ പറഞ്ഞു വന്നിട്ട് 18-ാം വാക്യം പറയുക, അവൻ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എടുക്കണം. പ്രിന്റ് എടുക്കുന്ന പരിപാടിയല്ലത്. കൈകൊണ്ട് ഓരോ പ്രാവശ്യം എഴുതുമ്പോൾ അവന് മനപ്പാടമാകാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു നിങ്ങൾക്ക്? അവൻ തന്നെ ആ പകർപ്പ് എഴുതിയെടുക്കണം. പഞ്ചഗ്രന്ഥങ്ങൾ നമുക്കറിയാം, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെ, ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങൾ അവൻ സ്വന്തം കൈ കൊണ്ട് ആരെഴുതിയെടുക്കണം? അവരുടെ നേതാവല്ലേ ഒരു രാജാവ് എഴുതിയെടുക്കണം. കാരണം അവനെ നയിക്കുന്നത് ആ ഒറ്റ പുസ്തകമായിരിക്കും. ഞാൻ അത് പറയാൻ വേണ്ടി മാത്രം എടുത്തല്ല, വേറൊന്നുമല്ല. ആ ഒരു പുസ്തകം അവനും അവന്റെ തലമുറകളും ഭരിക്കേണ്ടതിന് ആ പുസ്തകം, ആ പഞ്ചഗ്രന്ഥങ്ങൾ അവന്റെ പക്കൽ നെഞ്ചോട് ചേർത്ത് അവന്റെ കൈയക്ഷരം കൊണ്ട് എഴുതിയെടുക്കണം വേദോസം പഠിപ്പിക്കുന്നത്. അതൊക്കെ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ ചില പാസ്റ്റർമാരൊക്കെ ഞങ്ങൾക്ക് ദൂരൊക്കെ പോകുമ്പോൾ ഫാസ്റ്റ് നോട്ട്സ് എടുത്ത് നോക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതിയെടുക്കുക. നോട്ട്സ് നിങ്ങൾക്ക് തരാം, വാട്സാപ്പിൽ നിങ്ങൾക്ക് അതൊക്കെ ഇട്ട് തരാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എഴുതിയെടുക്കുക. അത് പറ്റില്ല. ഇനി നോട്ട്സ് കൊടുത്താലോ? നോട്ട്സ് കൊടുത്താൽ പിന്നെ അത് എന്താന്ന് പോലും അവർക്ക് അറിയത്തില്ല. കാരണം ഞാൻ പറയുന്നത് വേറെ സാധനമായിരിക്കും ഇവിടെ നിന്ന് പറയുന്നത്. നോട്ട്സ് കൊടുത്താൽ ആർക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ പിന്നെ ഇപ്പോഴും പഠിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറ്. നോട്ട്സ് എഴുതി പഠിക്കുന്നവർക്ക് എൻ്റെ എല്ലാ നോട്ട്സ് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്ന നിങ്ങൾക്ക്
സ്വന്തം കൈയാൽ എഴുതിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അല്ലേ, ഒരു ഉത്തരവാദിത്വം, ഒരു റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ അത് ഇവരുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, ശലോമോന്റെ വീഴ്ചയ്ക്ക് കാരണം അവൻ ആ നയപ്രമാണം അതുപോലെ പാലിച്ചില്ല എന്നുള്ളതാണ്. ചില കണ്ടീഷൻ പറയുന്നുണ്ട്. നീ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകരുത്, കുതിരകളെ വാങ്ങരുത് അല്ലേ, അനേക ഭാര്യമാരെ എടുക്കരുത്, വെള്ളി പൊള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കരുത് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ അരുത് അരുത് അരുതെന്ന് പറഞ്ഞത് മുഴുവനും അവൻ അത് തന്നെ ചെയ്തു. അതിനെക്കുറിച്ചൊന്നും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വീഴ്ചയ്ക്ക് കാരണം ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകും. അതുകൊണ്ടാണ് ഈ പ്രമാണം എഴുതി വെച്ച് നീ നിന്റെ തലയിൽ നെറ്റിയിൽ കെട്ടുക അല്ലെ, നിന്റെ കൈത്തണ്ടയിൽ കെട്ടുക പറയുന്നത് എന്താണെന്ന് അറിയാമോ? പഴയ നിയമത്തിൽ എല്ലാത്തിനും പരിശോധിക്കാൻ വേണ്ടിയാ. അന്ന് പുസ്തകം തുറന്നു വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഇന്ന് തെറ്റിപ്പോയാൽ ഉടനടി അവന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ ലൈവായിട്ട് ഇവിടെ ഇതിനകത്തുണ്ട്. എന്നിട്ടും നമ്മൾ ഭോഷത്വം പ്രവർത്തിക്കുന്നു, എന്നിട്ടും തെറ്റിപ്പോകുന്നു. ഓക്കെ, പണ്ട് ഒരു തെറ്റാണെന്ന് അറിയണമെങ്കിൽ വീട്ടിൽ പോയി പുസ്തകം പരിശോധിച്ച് നോക്കണം. മോശം 5 പുസ്തകമൊക്കെ കുത്തിയിരുന്ന് പരിശോധിക്കണം. ഇന്ന് അതൊന്നും വേണ്ട നമുക്ക്. അതിനേക്കാൾ അപ്പുറമായിട്ട് എഴുതി തന്ന പരിശുദ്ധാത്മാവ്, വചനം എഴുതിയ ദൈവം തന്നെ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്ന് വാസം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അവൻ പറയുന്ന പ്രമാണം വിട്ട് ജീവിച്ചാൽ ഇതുപോലെ വീഴ്ചകൾ സംഭവിക്കാം. എന്തു വലിയ ജ്ഞാനിയായ മനുഷ്യനാ ശലോമോൻ, പക്ഷേ ഹൃദയം മറിഞ്ഞു പോയത് അവൻ അറിഞ്ഞില്ല. എത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? അതിൽ ഓരോ വാക്യം വായിക്കുമ്പോൾ കുതിരകളെ ശേഖരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, പക്ഷെ ഇതെല്ലാം അവൻ അവിടെ ചെയ്തതായിട്ട് നമുക്കത് കാണാൻ കഴിയും. ഒറ്റ വാക്യം നമുക്കവിടെ കാണാൻ കഴിയും. ഭാര്യമാരെടുക്കാൻ പോയത് ശലോമോന് കുതിരകളെ വാങ്ങാൻ വേണ്ടി. ശലോമോന് കുതിരകളെ കൊണ്ടുവന്ന മിസ്രൈമിൽ നിന്നായിരുന്നു. രാജാവിന്റെ കച്ചവടക്കാർ അവന് കൂട്ടമായിട്ട് വിലക്ക് വാങ്ങിക്കൊണ്ടുവരും. അവർ മിസ്രൈമിൽ നിന്ന് രഥം ഒന്നിനും 600 കുതിര ഒന്നിന് 150 വെള്ളി ശേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാരും അരാം രാജാക്കന്മാരും കൊണ്ടുവന്ന് കൊടുക്കും. ഓക്കെ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവന് മനസ്സിലായോ, കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലായോ അത് വീഴ്ച സംഭവിച്ചെന്ന് അല്ലേ? ഇതൊക്കെ രാജാവ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്നവർക്കും രാജാവിന് പോലും ശലോമോന് പോലും മനസ്സിലായോ ഞാൻ വീണുകൊണ്ടിരിക്കുകയാണെന്ന്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ ചെയ്യുമ്പോൾ ഭാര്യമാരെ എടുക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യുകയും ഇല്ലേ, കുതിരകളെ ശേഖരിക്കരുത്, നിന്റെ ബലം മുഴുവനും മഹത്വം മുഴുവൻ കുതിരകളിലേക്ക് പോകും അല്ലേ. ദാവീദിന് പണ്ടൊരു അബദ്ധം പറ്റി, എണ്ണരുതെന്ന് പറഞ്ഞു, എണ്ണി. രാജു എണ്ണി അറിയാതെ ദാവീദിന് ഹൃദയത്തിലേക്ക് കയറി വന്നു. എൻ്റെ ജനസംഖ്യ ഇത്രയുണ്ട്, ഇത്രയും ലക്ഷക്കണക്കിന് പടനായകന്മാർ എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു അറിയാതെ നികളം കയറി വരും നമുക്ക്. ആ വീഴ്ചയ്ക്ക് എത്ര വലിയ വീഴ്ചയാ, അതിന്റെ പ്രതിഫലമൊക്കെ ദൈവം കൊടുത്ത ശിക്ഷയ്ക്ക് എത്രമാത്രമാണ് നമുക്കറിയാം. 3 ചോയ്സ് കൊടുത്തതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങള് ശലോമോൻ വീഴ്ച സംഭവിച്ചത് ആ ശലോമോന് പോലും അറിഞ്ഞില്ല. അതാണ് ഞാൻ അത് പറയാൻ വേണ്ടി എടുത്തതാ. ശലോമോന്റെ വീഴ്ച സംഭവിച്ചത് ശലോമോന് പോലും അറിയാൻ കഴിഞ്ഞില്ല. കാരണം ഇന്ന് അറിയാൻ ഏക മാർഗം, അന്നും അറിയണമെങ്കിൽ പ്രമാണം വായിച്ചു നോക്കണമായിരുന്നു. പക്ഷെ ഇന്നതല്ല. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ്, നമ്മുടെ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ, ഒരു ചെറിയ വീഴ്ച സംഭവിക്കുമ്പോൾ ആ വീഴ്ച തത്സമയം തന്നെ അത് ഗ്രഹിപ്പിച്ചു തരുവാൻ കഴിവുള്ള ഒരു ആത്മാവ് എൻ്റെ നിങ്ങളുടെയുണ്ട്. അതുകൊണ്ടാണ് കെടുത്തിക്കളയരുത്, ദുഃഖിപ്പിക്കരുതെന്ന് പറയാൻ കാരണം ആ ആത്മാവാണ്. പ്രമാണം എഴുതിക്കൊടുത്ത ഈ ശലോമോന് പ്രമാണം എഴുതിക്കൊടുക്കുമ്പോൾ, ഈ മോശയുടെ പ്രമാണം എഴുതിക്കൊടുത്ത അതേ വ്യക്തിയാ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്നത് അല്ലേ. പ്രമാണം കല്ലിൽ എഴുതിക്കൊടുത്ത 10 കൽപ്പന എഴുതിക്കൊടുത്ത 613 ഉപകൽപ്പന എഴുതിക്കൊടുത്ത അതേ വ്യക്തി തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്നത്. സീനായി മലമുകളിൽ കയറണമെങ്കിൽ ചെരുപ്പ് കൂരി വെച്ചിട്ട് കടക്കാനായിട്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ കയറണമെങ്കിൽ, ആ സീനായി മലയിൽ കടക്കണമെങ്കിൽ, ഹോരേബിൽ കടക്കണമെങ്കിൽ ചെരുപ്പിട്ട് ഇടാൻ പാടില്ല. അത്രയും ഭയാനകമായ ദൈവം, അതേ ദൈവം തന്നെ, അതേ കൽപ്പനയുടെ ദൈവം തന്നെയാ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്ന് വാസം ചെയ്തിരിക്കുന്നത്. എന്താണെന്നറിയാമോ? വീഴ്ചകൾ തത്സമയം അറിയാൻ വേണ്ടിയാ. നമ്മുടെ പരാജയങ്ങൾ അറിയാതെ വന്നു പോകുന്നതൊക്കെ തത്സമയം ലഭിക്കാൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ പഴയത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാ കെടുത്തിക്കളയരുതൊക്കെ പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാ. ശലോമോൻ രാജാവായി വാഴുമ്പോൾ ശലോമോൻ രഥങ്ങളെ കുതിരച്ചവരെ ശേഖരിച്ചു. 25-ാമത്തെ വാക്യം മുതൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 25. ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദയും
ഇസ്രായേലും ദാൻ മുതൽ ബേർശേബ വരെയും ഓരോരുത്തൻ താൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും നിർഭയം വസിച്ചു. ഇതിനപ്പുറമായി മനോഹരമായി വിവരിക്കാൻ പറ്റിയ വാക്ക് വേറെ ഒന്നുമില്ല. ഉള്ള കാര്യം പറയാ, ഞാൻ നോക്കി ഇതിനേക്കാൾ നല്ലതായിട്ട് വിവരിക്കാൻ പറ്റിയ വാക്കുകൊണ്ടൊന്നും ഒറ്റ വാക്കുമില്ല. ശലോമോൻ രാജാവായി വാഴുമ്പോൾ അത്രയ്ക്ക് സമാധാനമായിരുന്നു, അല്ലേ? മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും നിർഭയം വസിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ശലോമോൻ തന്റെ രഥങ്ങൾക്കും 40,000 കുതിരാലയവും 10,000 കുതിരച്ചവരുണ്ടായിരുന്നു. താഴേക്ക് ഓരോന്നായി ഓരോന്ന് വായിക്കുമ്പോൾ പിന്നീട് കാണാൻ കഴിയുന്ന മുഴുവനും അവൻ ദൈവത്തിന്റെ ഹിതം വിട്ട് മാറുമ്പോൾ അവൻ പോലും അറിഞ്ഞില്ല അവന്റെ വീഴ്ചയ്ക്ക്. കാരണം കർത്താവ് പറഞ്ഞു, എൻ്റെ പ്രമാണം പുരോഹിതന്മാരെ എഴുതി മേടിച്ചിട്ട് നീ സ്വന്തം കൈയാൽ എഴുതിയുണ്ടാക്കണം. കാരണം നീ തലമുറകളും ജനത്തെ ഭരിക്കേണ്ടതിന്, നീ നയിക്കേണ്ടതിന് ആ പ്രമാണം നിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ അറിയാമോ? മന്നയെ കുറിച്ചാണ്, ദൈവജനത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അകത്തെ മനുഷ്യന് ബലം കിട്ടുന്ന കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നുമാകട്ടെ, ആ വീഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ സംഭവിച്ചു. എത്ര പുസ്തകങ്ങൾ എഴുതി കൂട്ടത്. ഉത്തമഗീതം, സോങ് ഓഫ് സോങ് എന്ന് പറയുന്ന ഉത്തമഗീതത്തെ വായിച്ചാൽ എത്ര മനോഹരമായിട്ട് ആ പുസ്തകം എഴുതി രചിച്ചിരിക്കുന്നത്. ശൂലേം കാർത്തിയെക്കുറിച്ചും അല്ലേ മനോഹരമായിട്ട് വിവരിച്ച ആ മനുഷ്യൻ ഇത്ര വേഗം തെറ്റിപ്പോയെങ്കിൽ നമ്മുടെ കാര്യം വല്ലതും പറയാനുണ്ടല്ലേ? ഒന്നും വേണ്ടിയില്ല. സദൃശ്യവാക്യങ്ങളൊക്കെ എഴുതിക്കൂട്ടി ഇത്ര വലിയ ജ്ഞാനി അങ്ങ് ദൂരെ ഇന്ത്യയുടെ കേരളത്തിലേക്ക് മൂലക്ക് നിന്ന് ഒരു പുള്ളിക്കാർത്തി കാണാൻ വേണ്ടി പോയ കഥകളൊക്കെ, വീരശൂര കഥകളൊക്കെ കാണാൻ വേണ്ടി പോയ കഥകളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, വചനത്തിലല്ലാതെ നമ്മളെ മാറ്റുവാൻ കഴിയത്തില്ല. ഈ പ്രമാണം കൈകൊണ്ട് സ്വന്തം കയ്യിൽ എഴുതിയുണ്ടാക്കി അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദിവസവും പരിശോധിക്കുമ്പോഴാണ് എൻ്റെ വീഴ്ചയും താഴ്ചയും അറിയുന്നത്. എൻ്റെ വീട്ടിൽ ബൈബിളുണ്ട്, അല്ലേ? എൻ്റെ തലയിൽ ബൈബിളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓരോ ദിവസം ആ കണ്ണാടി നോക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും വീഴ്ചകൾ മനസ്സിലാക്കാൻ കഴിയും നമുക്ക്. ഈ വ്യക്തിക്ക് ഒരുപക്ഷെ എഴുതി കാണും, നമുക്കറിയാം, എനിക്കറിയാം. ഈ ശലോമോൻ ആ പ്രമാണം എടുത്തു, ശരിയാ. പക്ഷേ ഇതിനുശേഷം ആ പ്രമാണം എങ്ങാട് പോയെന്ന് അറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് അല്പമായി സംസാരിക്കും. അതിനെക്കുറിച്ച് ആ പ്രമാണം പിന്നെ കണ്ടിട്ടേ ഇല്ല. ഈ എഴുതിയുണ്ടാക്കിയ പ്രമാണം, രാജാവ് എഴുതിയുണ്ടാക്കിയ പ്രമാണം പിന്നീട് കണ്ടില്ല. കാരണം പുള്ളിക്ക് അതിന് ആവശ്യമില്ലായിരുന്നു. ഓരോ ദിവസം വായിച്ച് നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പണ്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്, നിന്റെ ജനത്തെ നയിക്കുവാൻ എനിക്ക് വിവേകം നൽകണമേ. വായിച്ചിട്ടുണ്ട് നിങ്ങള്? ഞാൻ ഷോർട്ടാക്കി പറഞ്ഞതാ. നിന്റെ ജനത്തെ നയിക്കുവാൻ എനിക്ക് മറ്റൊന്നും വേണ്ട. പൊന്നോ വെള്ളിയോ പേരോ പ്രശസ്തിയോ ഒന്നും എനിക്ക് വേണ്ട. നിന്റെ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം മതി എനിക്ക്. പക്ഷേ എന്ത് പറ്റിപ്പോയി? ആ ജ്ഞാനം എവിടെയാ ഉള്ളത്? ആ എഴുതി കൊടുത്ത വചനത്തിനകത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. അതൊന്നും ദിവസം വീഴ്ചകളും താഴ്ചകളും അറിയുന്നത് ഒരുപക്ഷെ നമ്മളെ വീഴ്ചകൾ പെട്ടെന്ന് അറിയത്തില്ല. നമ്മൾ ഇന്ന് വീഴുന്ന വീഴ്ചകൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. നമ്മുടെ വീഴ്ചകൾ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ആമേൻ പറയും, നമ്മളങ്ങ് പൂർത്തിയും ചെയ്യും. പക്ഷേ ഇന്നലെയും നാളെ അറിയത്തുള്ളൂ ശലോമോന്റെ കഥപതനം, നിത്യമായ നരകത്തിലേക്കുള്ള യാത്രയ്ക്ക് അതെല്ലാം വഴിയൊരുക്കുന്നതൊക്കെ എത്ര ഭയാനകമായ കാര്യങ്ങളാണ് അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇതൊക്കെ, അല്ലേ? നമ്മൾ ഇതുപോലെ ദൈവം ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്, ഒരുപാട് വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിപ്പെടുമോ നമ്മൾ? അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആലയത്തിൽ യാഗപീഠത്തിൽ രക്തം ചീന്തി രക്തം തളിച്ച് ശരി തന്നെയാ, പാവം വീടി. പക്ഷേ മോശയും അഹരോനും ആലയത്തിനകത്ത് കടന്ന് തിരിച്ചു വരുമ്പോഴാണ് ആ മഹത്വം പ്രത്യക്ഷമാകുന്നത്. നമ്മൾ ഇന്ന് പ്രാപിച്ചിരിക്കുന്ന രക്ഷയുടെ മഹത്വവും ആ രക്ഷയൊക്കെ യഥാർത്ഥമായി വെളിപ്പെടുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ അത് തള്ളിക്കളയാം, നഷ്ടമാക്കാം, അല്ലേ? ഉപേക്ഷിച്ച് പോകാം, മറ്റു വഴിക്ക് പോകാം, ലോകക്കാരുടെ കൂടെ പോകാം. എന്തോരം പ്രമാണം നമുക്കിടയുണ്ട്. ജാതീയ സമ്പ്രദായങ്ങൾ പറയാൻ പോകാം. ഇതൊക്കെ നമ്മളൊക്കെ എത്ര പേരാണെന്നറിയാമോ ജാതീയ സമ്പ്രദായ പുറകെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീട് വെക്കാൻ പോയാൽ അതിന്റെ സമ്പ്രദായത്തെ, അല്ലേ, പ്ലാൻ വരക്കുന്നത് മുതൽ അങ്ങ്, അല്ലേ, എന്താ പറയുക, കട്ട്ളവെപ്പും പാല് കാച്ചി വരെ ആ സമ്പ്രദായത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു പെണ്ണെ കെട്ടിച്ചു വിട്ടാൽ അങ്ങ് എന്താ പറയുക, എല്ലാ ചടങ്ങുകളും അതിനകത്തുണ്ട്. ജാതീയ സമ്പ്രദായങ്ങളെ പുറകെ എല്ലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പരിപാടി എന്നറിയാമോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഴ്ചകൾ സംഭവിക്കുന്ന അറിയില്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പതറിപ്പോകാനിടയുണ്ട്. ഒരു കല്യാണം നടത്തിയാലോ, ഞങ്ങൾ ദിവസം കാണും. ഈ കഴിഞ്ഞ തങ്ങമൂത്ത് വന്നപ്പോൾ ഇഷ്ടംപോലെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ കേരളത്തിൽ കുറവാ, തമിഴ്നാട്ടിലെ കാര്യങ്ങളൊക്കെ കൂടുതലും.
ഓരോരോ ഓരോ വിഷയം പറയുമ്പോൾ പുള്ളി കുറേ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഓരോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചങ്ക് പൊട്ടി പോവുകയാണ്. ഈ വീഴ്ചകൾ സംഭവിക്കുന്നത് നമുക്കറിയാൻ കഴിയത്തില്ല. പ്രമാണം ഉറ്റുനോക്കിയാൽ മാത്രമേ നമ്മുടെ വീഴ്ചകളെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓരോ ദിവസം ശ്രദ്ധയോടെ പ്രമാണം ഉറ്റുനോക്കിയാൽ മാത്രമേ എൻ്റെയും നിങ്ങളുടെയും വീഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ജോലി തിരക്കിനിടയും ബിസിനസ് തിരക്കിനിടയിൽ നമുക്ക് ഒരിക്കലും സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നിത്യമായ നാശത്തിന്റെ വാക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ വലുതാണ് എൻ്റെ രക്ഷ, എൻ്റെ നിത്യത, എൻ്റെ സ്വർഗീയ പിതാവ്. അതിനേക്കാൾ എത്ര ഉയരങ്ങളിലാണ്. എത്ര പേർ സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. സന്തോഷം കാണത്തില്ല, എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. നാളത്തെ സന്തോഷത്തിന് വേണ്ടിയാ ഇന്ന് പ്രസംഗിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. ഓക്കെ, വിട്ടുപോകുന്നു. വേഗത്തിലോടിച്ചു നമ്മുടെ സമയങ്ങൾ ഒരുപാട് പോവുക. നമ്മുടെ കെരൂബിന്റെ നമ്മുടെ കെരൂബല്ല കെരൂബിന്റെ വീഴ്ചയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലേ. എസ്കേൽ പ്രവചനപുസ്തകം 22 അധ്യായം അതിന്റെ 16 അധ്യായം. ആ വാക്യം മാത്രം നമ്മുടെ സമയം മുന്നോട്ട് കഴിഞ്ഞു പോകുന്നത്. ചില വാക്യങ്ങൾ മാത്രം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധത്തിൽ നിന്ന് എണ്ണി ദേവപർവ്വത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കത കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. ഒറ്റ റീസണാണുള്ളത്. എന്നറിയാമോ? വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം. ശലോമോനെ സംബന്ധിച്ചെന്നറിയാമോ? ഒട്ടനവധി ബിസിനസ് ഉണ്ട്. മുഴുവനും ഏതായിട്ട് ബിസിനസ് ആണെന്നറിയാമോ? എവിടെ പുള്ളിയുടെ ബിസിനസ് കിടന്നത്? മിസ്രൈമിലെ കുതിരകൾ. മറന്നുപോയി, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശലോമോന്റെ ബിസിനസ് എവിടെ കിടന്നത്? മുഴുവനും മിസ്രൈം. ലോകത്തിലെ ബിസിനസ്സാ മുഴുവനും. ലോകവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഇത് തന്നെയാ ഈ പുള്ളിക്കാരനും. വ്യാപാരത്തിലെ പെരുപ്പം. അദ്ദേഹം അകത്തെ തിരക്കുണ്ട്. നമ്മുടെ തിരക്കില്ലേ, തിരക്കെന്ന് പറയില്ലേ, നമ്മൾ തിരക്കെന്ന് പറയില്ലേ? ഈ തിരക്ക് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ തിരക്ക് എവിടെന്നറിയാമോ? ലോകത്തിനകത്താ. നമ്മുടെ തിരക്ക് മുഴുവനും ലോകത്തിലെ തിരക്ക്. ഈ തിരക്ക് എന്നെയും നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. പണ്ട് ദൈവദാസനുണ്ടായിരുന്നു, അടുത്തന്നെയുള്ള ആള് തന്നെയാണ്. പണ്ട് ഇവിടേക്ക് നൂലിഫിലൊക്കെ ഉണ്ടാകാം. പിന്നീട് ദൈവം പാസ്റ്ററായി, പിന്നെ അങ്ങോട്ട് പോയി. ഓക്കെ, ഇപ്പൊ ബിസിനസ് ആയിട്ട് നടക്കുക. എന്ത് പോകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. ആ പുള്ളിക്കാരന് ഇപ്പോഴാണ് ഞാൻ പ്ലാൻ വരച്ചു കൊടുത്തത്. പ്ലാൻ വരച്ചു കൊടുത്തു, വീടൊക്കെ പണി കഴിഞ്ഞു. പിന്നീട് മോഹം കയറി. അതിന്റെ മുകളിൽ വീണ്ടും ലോൺ എടുത്ത വീണ്ടും അതിന്റെ മുകളിൽ പണിതു. അത് രണ്ട് വാടക കൊടുത്തു. വീണ്ടും ഒരു രക്ഷയില്ല, അതിന്റെ മുകളിൽ പണിയും. അപ്പോൾ ആ സമയത്തേക്ക് പുള്ളി ചർച്ചൊക്കെ വിട്ട് ചർച്ച ബിസിനസ് കേന്ദ്രമാക്കി മാറ്റി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണോ എനിക്ക്? എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. വീഴ്ചകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒട്ടനവധി വീഴ്ചകൾ. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കും. അല്ലെങ്കിൽ അതുപോലെ ഹൗസ് ചർച്ച് നമുക്ക് അവിടെ അന്ന് പുള്ളിയുടെ ഞാൻ ഹൗസ് ചർച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ വചനം പറയാൻ വേണ്ടി പോകുമായിരുന്നു. ഒരു ദിവസം സമയമായി 7:30 മണിയായപ്പോൾ തുടങ്ങാൻ പോയി പോകുമ്പോൾ ഓടി കതച്ച് വന്നിട്ട് പാട്ടുപാടി. പാട്ടുപുസ്തകം എടുത്ത് ഭാര്യ പാട്ടുപുസ്തകം കൊടുത്തു, നിവൃത്തി കൊടുത്തു. ഇങ്ങനെ പാട്ടുപുസ്തകം പാട്ടെടുത്ത് പാടി തുടങ്ങി. പാടിയ പാട്ട് ആദ്യത്തെ വരി കറക്റ്റാണ്, പക്ഷേ പുള്ളി പാടിയ ട്യൂൺ വേറെ പാട്ടിൻ്റെ ട്യൂണാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. ഒട്ടനവധി തവണ അത് കാണാനിടയായി തോന്നി. പിന്നെ മനസ്സിലായി ഇത് നേരെ ചൊവ്വേ പോക്കായി. ഇന്ന് ലോകത്തിലെ ബിസിനസ്സുകാരായി പുള്ളി ജീവിക്കുക. നടദേശമുള്ള നിൽക്കലോട്. ഹല്ലേലൂയ. തിരക്കിൻ്റെ ഇടയിൽ ഇതുപോലെ വ്യാപാരത്തിലെ പെരുപ്പം എന്ന് പറയില്ലേ, വ്യാപാരത്തിലെ പെരുപ്പം നിമിത്തം. ഇവിടെ 10 മിനിറ്റ് പ്രസംഗിക്കുകയും 2-3 മണിക്കൂർ ചിലവഴിച്ചിട്ടാണ് 10 മിനിറ്റ് പ്രസംഗിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് ദിവസം ചിലവഴിച്ചാലേ ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തുള്ളൂ. നമുക്ക് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുള്ളൂ. നിൽക്കുക തിരക്കിനിടയിൽ ചെയ്യാൻ പറ്റിയ മിനിസ്ട്രി അല്ല ഈ മിനിസ്ട്രി. നമ്മുടെ ഞാൻ ആ വീഴ്ചകൾ എന്നെ വല്ലാതെ കഴിഞ്ഞ ദിവസം കാണുവാനൊക്കെ ഇടയായി തീർന്നു. അതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ്. അപ്പൊ വ്യാപാരത്തിലെ പെരുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട്. സാഹസം എന്ന് അറിയാമോ? എന്നെക്കൊണ്ട് കഴിയും. ഒരു കാലം അവിടെ ഇരിക്കും, ഒരേ സമയം 2 കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ കഴിയും, ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹസങ്ങൾ നമുക്ക് വരും. കഴിവുണ്ട് നമുക്ക്. ഭൂമിയിൽ ലോകത്ത് പഠിച്ച കഴിവ് നമുക്കുണ്ട്. ഒരേ സമയം 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മ വിചാരിക്കുന്ന നിൽക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാ മറ്റു ശലോമോനോട് പറഞ്ഞത്, നീ പോകരുത്, ചെയ്യരുത്, നീ ഭാര്യമാരെടുക്കരുത് എന്നൊക്കെ അടിവരയിട്ട് പറഞ്ഞ് നീ ന്യായപ്രമാണം ഓരോ ദിവസം പരിശോധിക്കുന്നതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഒരു മനുഷ്യന് വീഴ്ചകൾ സംഭവിക്കാം. വിട്ടുപോകുകയാണ്, നമ്മുടെ സമയം കഴിയാറായി. അതുപോലെ ഈ കെരൂബെന്ന് പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി സംഭവിച്ചു പോയുള്ള വ്യാപാരത്തിലെ പെരുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം വരും നമുക്ക്.
നമുക്ക് തോന്നും, ഓ ഒരു പാട്ട് പാടാൻ എത്ര സമയം അല്ലേ? ഞാൻ കണ്ടതാ അദ്ദേഹം കണ്ട കാര്യമാണ്. എന്നെ വല്ലാതെ ഏറ്റവും ഭയപ്പെടുത്തി വിട്ട ഞാൻ ആ സമയം വിട്ടുപോയി കളഞ്ഞു. കാരണം നമുക്ക് കൂടെ നിൽക്കാൻ കഴിയത്തില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ലേ, നമ്മൾ അറിയാതെ ആ ബിസിനസ്സിൽ പങ്കാളിയെ നമ്മൾ മാറ്റിത്തരും. എന്തുമാകട്ടെ, ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആവർത്തനം 17:17 പറയുന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്, അധികം കുതിര സമ്പാദിക്കേണ്ടത് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്, ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇത് ഓരോന്നെടുത്ത് പഠിക്കാൻ പോയ സമയം ഒരുപാട് പോകും. കാരണം ലോകവുമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വിഷയം വന്നാൽ അവൻ ലോകത്തിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും. ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി എവിടെ പോകേണ്ടത്? ഒരു ബിസിനസ്സിൽ, കുതിരയുടെ ബിസിനസ്സിൽ പ്രശ്നം വന്നാൽ എവിടെ തീർക്കാൻ വേണ്ടി പോകണം? നിങ്ങളുടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എവിടെ തീർക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം വന്നാൽ നിങ്ങൾ എവിടെ തീർക്കും? പോലീസ് സ്റ്റേഷനിലോ, കോടതിയിലോ, എവിടെയാ? ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റ്, റോമി ബ്രദർ പറഞ്ഞ കറക്റ്റാ. നമ്മുടെ പ്രശ്നം വന്നാൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ തീർക്കുന്നത്. ന്യായമായി വിധിക്കുന്നവരുടെ പക്കൽ ബലമേൽപ്പിച്ച് മൗനമായിരിക്കും നമ്മൾ. പക്ഷേ പെരുപ്പം വന്നു കഴിഞ്ഞാൽ തീർക്കാൻ വേണ്ടി പോകുന്ന മിസ്രൈമിലേക്ക്. ഈ വ്യക്തിക്ക് അത് തന്നെ സംഭവിച്ചത്. മിസ്രൈമിൽ തീർക്കാൻ പോയി, പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ വേറൊരു സുന്ദരിയും കൊണ്ട് അവർക്ക് വരുന്നത്. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. അതുകൊണ്ട് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്, ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേക ഭാര്യമാരെ അവൻ എടുക്കരുത്, വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും വരരുത്. നമുക്ക് തോന്നും, ഓ എന്നാ എന്ത് പറ്റാനുണ്ട്, അവളുടെയൊക്കെ വാക്ക് ഞാൻ കേൾക്കത്തില്ലെന്ന് പറയും. പക്ഷേ ചേട്ടാന്നൊരു വിളി വിളിച്ച പരിപാടി കഴിഞ്ഞ് നമ്മളാ അല്ലേ? ഒന്നും മിണ്ടില്ല നിങ്ങൾ. അത്രയുള്ള മനുഷ്യൻ, വെറും ബലഹീനായ മനുഷ്യൻ. അപ്പൊ ഇതൊക്കെ അറിവുള്ള കർത്താവ് തൻ്റെ പുസ്തകത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ ബലഹീനതയും നിൽക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും, എവിടെയൊക്കെ ബലഹീനത സംഭവിക്കുമെന്ന് അറിയാവുന്ന കർത്താവ്, അവർക്ക് രാജാവിനെ വേണമെന്ന് മുന്നമേ അറിയാവുന്ന കർത്താവ് മുന്നമേ പ്രമാണം കൊടുത്തു കഴിഞ്ഞു. അത്ര വലിയ ദൈവമാണ്. ആ പുസ്തകം ഒന്ന് തുറന്നു വായിച്ചാൽ നമ്മുടെ വീഴ്ചകൾ കുറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വരാതിരിക്കുവാൻ കഴിയും. നമുക്ക് തളർച്ചകൾ, വീഴ്ചകൾ സംഭവിക്കാതിരിക്കാതെ കഴിയും. കാരണം അറിയാമോ, പ്രമാണം നമ്മെ രാവിലെ ഓരോ ദിവസം ആ പ്രമാണം നമ്മെ പിടിച്ചുയർത്തും. ഇല്ലെങ്കിൽ വീണുപോ സഹോദരങ്ങളെ. നമ്മുടെ ഈ പൊട്ട ബുദ്ധിക്ക്, നമ്മുടെ കഴിവുകൾക്ക് നമുക്കൊരു സമയം. എനിക്കറിയാം, പണ്ട് ഞാൻ ചെന്നൈയിൽ അറിയപ്പെടുന്ന അന്ന് ഞങ്ങൾക്ക് ചെന്നൈയിൽ എല്ലാ മാസം ക്ലാസ് ഉണ്ട്. അവിടുത്തെ വടക്ക് തെക്ക് കിഴക്കെന്ന് പറയുന്ന നാല് ഗ്രൂപ്പുകൾ അവിടെ പാസ്റ്റർ സ്പെൻഡിങ്. ഓരോ ഗ്രൂപ്പ് 10-500 പാസ്റ്റർമാരൊക്കെ ഓരോ ദേശത്ത്. ഞാൻ അവിടെ എല്ലായിടത്തും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പോകും. ആദ്യത്തെ ദിവസം ഞാൻ പോലുമ്പോൾ അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, സീനിയർ പാസ്റ്റർ. ആ പുള്ളി, അദ്ദേഹം ഞങ്ങൾക്ക് ഇന്ന് ഓർക്കുമ്പോൾ ചിരി വരും. ആ മനുഷ്യനെ ഓർക്കുമ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ്സാണ്, പക്ഷേ ഇതിന് ഒരു കാലില്ല, ഒരു കാല് മാത്രമേ പുള്ളിക്ക്. എന്നാലും അതൊക്കെ വെച്ചുകൊണ്ട് പുള്ളി ഞങ്ങൾ ക്ലാസ് ചെല്ലുമ്പോഴേക്കും പുള്ളി അവിടെ വർഷിപ്പ് തുടങ്ങും. ആ സമയത്തേക്ക് ഒറ്റ പുള്ളി വർഷിപ്പ് ചെയ്യുന്നു. വർഷിപ്പ് ഒരു പെട്ടി പോലെ സാധനമുണ്ട്, ഇങ്ങനെ അടിക്കുന്ന പെട്ടി പോലത്തെ, എന്തെങ്കിലും പറയുമല്ലോ, പേര് പറയും. ഡ്രംസ് പോയി ഗ്രൗണ്ടിലായിരിക്കും. തമിഴ്നാട്ടിലൊക്കെ കൂടുതലുള്ളത്. കിഴക്കൻ സൈഡിലൊക്കെ അതുണ്ട്. നമ്മുടെ അടിമാലി സൈഡൊക്കെ ആ സാധനമുണ്ട്. ഒരു റൗണ്ട് പോലെ ഇരിക്കും, കൈകൊണ്ട് ഇങ്ങനെ അടിക്കും. ഈ പുള്ളി ചെവിയിൽ മൊബൈൽ. അപ്പോൾ ഈ പാസ്റ്റർമാർ വിളിക്കും, എവിടെയാണ് മീറ്റ് നോക്കിയാൽ പുള്ളി പറയും അതിങ്ങനെ ഇടത്തോട്ട് മാറി വളത്തോട്ട് മാറുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക. പാട്ടും പാടുന്നുണ്ട് പുള്ളി, വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൾക്കാർ കയറി വരുമ്പോൾ കൈവക്കിട്ട് ഇവിടെ ഇരിക്കാനും പറയുന്നുണ്ട്. ഞാൻ കണ്ടത് ആ ഒരൊറ്റ മനുഷ്യൻ എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നറിയാമോ? ഇതുപോലത്തെ വേണ്ട, ഞാൻ വിട്ടുപോകുന്നു. ഞാൻ ഒരുപാട് അറിയാം മനുഷ്യനെ. ആ മനുഷ്യനെ എല്ലാം നമുക്കറിയാം. ഞങ്ങൾ എത്രയോ നാളുകൾ ഞങ്ങൾ ഒരുമിച്ച് മിനിസ്റ്റർ ചെയ്യാന്നറിയാമോ? ഞാൻ പറഞ്ഞത്, ഒരുപാട് വ്യാപാരം ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഒന്നും നടക്കത്തില്ല സഹോദരങ്ങളെ. ഒന്നും നടക്കത്തില്ല. നമ്മുടെ തോന്നലുകൾ മാത്രമാണ് നമുക്ക്. ഹല്ലേലൂയ. എന്താ മിണ്ടാതിരിക്കുന്നത്? ദേഷ്യമായല്ലേ? നമ്മൾ കർത്താവിന്, അതുകൊണ്ട് നമുക്ക് പ്രമാണം നോക്കി ജീവിക്കാം. അതുകൊണ്ട് വചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കുന്ന ഒരു പ്രമാണം ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റും. എന്തുപാടെ ഞാൻ വിട്ടുപോകുക. അവിടെയൊക്കെ നമുക്കറിയാൻ കഴിയും. ശലോമോന്റെ വീഴ്ചയെക്കുറിച്ചൊക്കെ ഒട്ടനവധി വാക്കുകൾ നമുക്കറിയാൻ കഴിയും. ഞാൻ വിട്ടുപോകുന്നു. രാജാവിന്റെ പക്കൽ ഒരു പകർപ്പുണ്ടാകണമെന്ന് അവിടെ നമ്മൾ ഇപ്പൊ പഠിച്ചതാണ്. ആവർത്തനം 17-18 പറയുന്നുണ്ട്. ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഈ ആ പകർപ്പ് ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്നിട്ട് ദൈവമായ യഹോവയെ ഭയപ്പെടാൻ പഠിക്കേണ്ടതിന് അവൻ അതിൻ്റെ കൈവശം എപ്പോഴും ഇരിക്കണം. എന്തിനാ ബൈബിൾ വായിക്കുന്നറിയാമോ? ഈ വചനം അകത്താക്കുന്നത് അവനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടി.
ഇങ്ങനെ വാക്യങ്ങളൊന്നും വിവരിക്കാൻ സമയമില്ല. ഈ പഞ്ചതന്ത്രങ്ങളൊക്കെ ആ ഒരു വ്യക്തികൾ, ആ രാജാവ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. തുടർന്ന് നമുക്കറിയാം, പിന്നീട് ശലോമോന്റെ കാലഘട്ടത്തിൽ ആ പകർപ്പ് പിന്നീട് കണ്ടിട്ടില്ല. പിന്നീട് കാണുന്നത് യോശുവയുടെ യോശിയാവ് രാജാവായി വാഴുന്ന കാലഘട്ടത്തിൽ 8 വയസ്സുള്ള പയ്യനായ ഒരു ചെറിയ കുഞ്ഞു ബാലനായിരിക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹമാണ് ആ പ്രമാണം തിരിച്ചു കൊണ്ടുവന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് അല്പമായി പിന്നെ കാണാൻ കഴിയും. എന്തുവാകട്ടെ, വിട്ടുപോകുന്നു. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. മറ്റൊന്നുമില്ല, നമ്മൾ ഈ വചനം പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ അകത്ത് ശുദ്ധീകരണം നടക്കാൻ ഇടയുണ്ട്. ഏറ്റവും അധികമായി ശുദ്ധീകരണം നമ്മൾ നടക്കുന്ന പാട്ടൊക്കെ കയറിക്കോട്ടെ. യോഹന്നാൻ 15:3 പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിത്തീർന്നു. എത്രത്തോളം വചനമകത്തേക്ക് കടക്കുന്നു, എത്രത്തോളം വചനത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നുവോ, അത്രത്തോളം എന്നെയും നിങ്ങളെയും വചനം ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുക എന്ന കാര്യം മറന്നു പോകരുത്. ആവർത്തന പുസ്തകം പറയുന്ന പോലെ, ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ചാണെന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം എപ്പോഴും ഇരിക്കണം. പോകുമ്പോഴും വരുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ആ പ്രമാണം എപ്പോഴും ഇരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ വീഴ്ച കാരണങ്ങൾ മറ്റൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതും വിവരിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ പോലും ജസ്റ്റ് പറഞ്ഞു പോകുകയാണ്. ഒട്ടനവധി ആൾക്കാരുടെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത് വചനം അകത്തില്ലാത്തത് കൊണ്ട്. വചനം അകത്തില്ലാത്ത ഒരൊറ്റ റീസണാണ് അനേക ദൈവദാസന്മാരുടെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത്. ഹല്ലേലൂയ. ഒരു കാര്യത്തിന് ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം അത് നല്ലത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഭാവിയുടെ അവസാനത്തെക്കുറിച്ച് അറിവുള്ളവന് മാത്രമേ ആ ഓട്ടം ഓടി തീർക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ അല്ലേ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യത്തിന് ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതെന്ന് പറയുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും അവസാനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മുടെ ഓട്ടം ഓടി തീർക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പണ്ട് പഠിച്ചത് ദർശനമുള്ളവരായി തീരുക ഇതൊക്കെ പഠിച്ചത്, ആ ദർശനം നമ്മുടെ അകത്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഓട്ടക്കളത്തിൽ ഓടി ജയിക്കുവാൻ കഴിയത്തില്ല. എത്രയോ ഭക്തന്മാരെല്ലാം വിളിച്ചു വേദനിക്കപ്പെട്ടു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം പഠിക്കുമ്പോൾ 2-ാം വാക്യം പറയുക, 12 ശിഷ്യന്മാരെ കൂട്ടത്തെ വിളിച്ചു വരുത്തി അവർ ദൈവവചനം ഉപേക്ഷിച്ച്, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല, അല്ലേ? അവർക്ക് മനസ്സിലായി, ദൈവദാസന്മാരായി ഞങ്ങൾ എപ്പോൾ നോക്കിയാലും ഈ കഞ്ഞി വിളമ്പാൻ പോകുന്നു, ചിലർക്ക് മറ്റുള്ളവർ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നു, വിശ്വാസികളെ കുട്ടികളെ സ്കൂളാക്കാൻ വേണ്ടി പോകുന്നു. ഒട്ടനവധി സംഭവം എനിക്കറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുക, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. കാരണം ദൈവദാസന്മാർക്ക് അവർ ആ വചനവുമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയിലും അല്ലേ വചന പഠനത്തിലും ഉറ്റിരിക്കുന്ന ഒരു കൂട്ടരായിട്ട് മാറ്റപ്പെടുകയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ദൈവദാസന്മാരായ ഇവർക്ക് അല്ലെ ഇവരെ കണ്ണുകൾ അടഞ്ഞുപോയാൽ എല്ലാവരും കുരുടന്മാരായിത്തീരും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ വില അത്ര പ്രാധാന്യമുണ്ട്. മറ്റുള്ളവരെ നയിക്കാൻ വേണ്ടിയുള്ളതാ കർത്താവിന്റെ വിലക്കാർ. അപ്പോൾ നമ്മുടെ കണ്ണടഞ്ഞിരുന്നാൽ മറ്റുള്ളവരെ നയിക്കാൻ നമുക്ക് കഴിയത്ത്. അതുകൊണ്ട് 12 കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. കാരണം ഞങ്ങൾ ചെയ്യാൻ പോയാൽ ഈ കഞ്ഞി വിളമ്പാനും അല്ലെ മറ്റു കാര്യങ്ങൾ ചെയ്യാനും കണക്ക് നോക്കാനും മുഖം പോയി ആര് ദൈവവചനം അല്ലേ പ്രസംഗിക്കും, നയിക്കും. അതുകൊണ്ട് അന്ന് അപ്പോസ്തലന്മാരുടെ തീരുമാനമാണ്. നമുക്കറിയാം, ഈ മോശ എവിടെ എഴുതിയിട്ടുണ്ട്? മോശയുടെ അമ്മായിപ്പൻ്റെ പേരെന്താ? ഇത്രോ. മോശ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 മക്കളായി മരുഭൂമിയിൽ നിന്ന് ഇത്രോടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു. വഴിയാത്രയിൽ വെച്ച് യഹോവ മോശ എതിർപ്പെട്ട് വന്നു. ഉടനടി ഭാര്യ ആ കൊച്ചിൻ്റെ പരിച്ഛേദന ചെയ്തു. ഉടനെ തന്നെ മോശ ഭാര്യയും മക്കളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ മോശ ഒറ്റക്ക് മിസ്രൈമിലേക്ക് കടന്നു വന്നു, ഈജിപ്തിലേക്ക് കടന്നു വന്നു. അവിടെ ജനത്തെ വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇത്രോ മോശയുടെ ഭാര്യയും മക്കളുമായിട്ട് കടന്നു വരികയാണ്. ഇത്ര നോക്കിയപ്പോൾ മോശ ഒറ്റ കിടന്ന് പെടാപ്പാട് പെടുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ, ഞാൻ എവിടെയൊക്കെ വൈകിട്ട് വരെ കുഴഞ്ഞു പോകുമ്പോൾ ജനങ്ങളുടെ ഇസ്രായേൽ യഹൂദന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒറ്റ കാര്യത്താൽ മോശ കുഴഞ്ഞു പോകുകയാണ്. അത് കണ്ടപ്പോൾ അമ്മായിപ്പൻ പറഞ്ഞു കൊടുത്തു, നീ ഒരു പണി 1000 പേർക്കൊരു അധിപതി അല്ലേ, 100 പേർക്കൊരു അധിപതി, 10 പേർക്കൊരു അധിപതിയായിട്ട് നിയമിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. ആ ഒരു ചരിത്രമൊക്കെ നമുക്ക് ഒരു മുന്നറിയിപ്പ് നമുക്ക് എല്ലാവർക്കും എന്നോട് ഉണ്ടോ? എല്ലാം കൂടി ചെയ്ത് കുഴഞ്ഞു മറിഞ്ഞു പോകാതിരിപ്പാൻ. കാരണം സാഹസം കടന്നു വരും. പെരുപ്പം നിമിത്തം, വ്യാപാരത്തിലെ പെരുപ്പം നിമിത്തം സാഹസം കടന്നു വരും നമുക്ക്.
എല്ലാം ചെയ്യാമെന്ന് തോന്നും നമുക്ക്, പക്ഷെ നടക്കത്തില്ലൊന്നും. കാരണം നമ്മളൊക്കെ വെറും മനുഷ്യർ മാത്രമാണ് നമ്മളെല്ലാവരും. അവൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന വെറും മനുഷ്യർ മാത്രമാണ്. നമുക്ക് ആ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മായിപ്പൻ പറഞ്ഞ കാര്യമൊക്കെ ഏറ്റവും അധികമായിട്ട് അത് മോശയെ സഹായിച്ചു. അങ്ങനെ ഇഷ്ടം പോലെ ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണെങ്കിലും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഇന്നുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുക. മന്നയെക്കുറിച്ച് ക്ലാസ് ഇപ്പോൾ എടുക്കുന്നില്ല, പിന്നീട് എപ്പോഴും കർത്താവ് അനുവദിച്ചാൽ മന്നയെക്കുറിച്ച് ക്ലാസ് എടുക്കും. ഇത്രയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഡെയിലി ബ്രെഡിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ബ്രെഡ്, അന്നുള്ള ആഹാരം. ഡെയിലി ബ്രെഡ്, ഓരോ ദിവസം നമ്മുടെ ദേഹിക്ക് വഴികാട്ടുന്ന അന്നുള്ള ആഹാരം. വഴിയറിയത്തില്ല നമുക്ക്. വഴി മുഴുവനും ലോകത്തിലേക്കുള്ള വഴി നമുക്കറിയാം. പിശാച് നല്ലവണ്ണം എഴുതി വെച്ചിരിക്കുക ലോകത്തിലേക്കുള്ള വഴി, മാർഗത്തിന്റെ വഴികൾ, ധനസമ്പാദത്തിന്റെ വഴികൾ, വ്യാപാരത്തിന്റെ പെരുപ്പത്തിന്റെ വഴികൾ, സാഹസത്തിന്റെ വഴികളൊക്കെ ഇതിനകത്ത് പിശാച് എഴുതി വെച്ചിരിക്കുക. നല്ലവണ്ണം നമുക്കറിയാം. പക്ഷേ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ മാർഗം നമുക്കറിയത്തില്ല. അതിന് ദിവസേനയുള്ള ഡെയിലിയുള്ള ബ്രെഡ് നമുക്ക് അത്യാവശ്യമാണ്. അത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും അകത്ത് ശേഖരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മളെ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതു മനുഷ്യനുണ്ട്. അവൻ ശിശുവാ. നേരത്തെ പറഞ്ഞ ശിശുവാ. നമ്മളൊക്കെ വിശ്വാസത്താൽ മാത്രം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാ. നമ്മളെല്ലാവരും വിശ്വാസത്താൽ മാത്രം രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടാൽ, അതിന് തൂക്കമൊന്ന് കുറഞ്ഞാൽ, അതിന്റെ ബലമൊന്ന് ക്ഷയിച്ചാൽ, ഇതെല്ലാം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴാൻ ഇടയുള്ളതേ ഉള്ളൂ. ഞാൻ ഭയപ്പെടുത്തിയതല്ല. വിശ്വാസത്താൽ മാത്രം തൂക്കിക്കിടക്കുന്ന രക്ഷയായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ആ വിശ്വാസം അവസാനം വരെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് ഇരിക്കണമെങ്കിൽ അവിടുത്തെ വചനത്തിനും ആത്മാവിനും മാത്രമേ കഴിയത്തുള്ളൂ. സാഹസവും വ്യാപാരത്തിലെ പെരുപ്പൊക്കെ നമ്മുടെ നഷ്ടമാകാൻ ഇടയുള്ളത് കൊണ്ട് തന്നെയാ ദൈവം കർത്താവ് പറഞ്ഞത് ആത്മാവിനെ കെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഏൽപ്പിച്ച വിശ്വാസം അവസാനത്തോളം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ ആ രക്ഷ വെറും ചീട്ട് കൊട്ടാരം വരെ തകർന്നു വീഴാനിടയുള്ളത് തന്നെയാണ്. എത്രയോ എൻ്റെ കസിൻ ബ്രദർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗോപനയ്ക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരാനിടയായിരുന്നു. അറിയപ്പെടുന്ന പ്രവാചകൻ. ഞാൻ എവിടെയൊക്കെ മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ അവൻ മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലക്ഷത്തോളം ജനങ്ങളെ മുമ്പിൽ പ്രസംഗിച്ച വ്യക്തിയാ. ഇന്ന് അതെല്ലാം വിട്ടുതിരിഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. കണ്ടവർക്കറിയാം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അകത്ത് മോഹങ്ങൾ കിടക്കുന്നതുകൊണ്ട്, വ്യാപാരത്തിലെ പെരുപ്പം കിടക്കുന്നതുകൊണ്ട് വീഴ്ച അറിയത്തില്ല നമുക്ക്. മറ്റുള്ളവർ നമ്മളങ്ങനെ വാനോളം ഉയർത്തും, വാ നമുക്ക് ചെയ്യാം പോകാന്നൊക്കെ പറയും. പക്ഷേ ദൈവജനപ്രകാരമല്ല എങ്കിൽ ഒരു ദിവസം ഒരു ചീട്ടുകൊട്ടാരം പോലെ എല്ലാം താഴെ വീഴാനുള്ളവയുള്ളൂ നമുക്കെല്ലാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് ചെയ്ത് ഓടാം. നമുക്ക് ദൈവരായത്തിലെ ക്ലാസ്സുകൾ വീണ്ടും ആഴമായി നമുക്ക് വീണ്ടും എടുക്കാം. നമുക്ക് അടുത്ത ആഴ്ച മുതൽ വീണ്ടും നമ്മൾ പഠിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ദേശം എഴുതിക്കാം. നമുക്കൊരു പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമുക്കൊരു പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിനിറങ്ങണമേ. കരങ്ങളടിച്ച് അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മാവിനായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ആസ്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ആസ്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. ഇനി ആത്മാവിൽ
പ്രവചിച്ചിടാം. തീ പോലെ തീ പോലെ ഇറങ്ങണമേ, ആമേൻ. അഗ്നിനാവായി പതിയണമേ, യേശുവേ കൊടുങ്കാറ്റായി വീശണമേ, ആത്മനാഥിയായി ഒഴുകി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനാഥിയായി. കർമ്മയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു വിരച്ച പോലെ അഗ്നിമഴയായി തീ പോലെ അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനാഥിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീയന്മേലിറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീയന്മേലിറക്കണം. തീ പോലെ യേശുവേ, ആമേ. ഓടും കാറ്റായി ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ആമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി. ആസ്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ആസ്തിയുടെ എത്ര കൽക്കട്ട പോലെയാണെങ്കിലും ഇന്ന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അറിയുകയാണെങ്കിൽ ആമേ, തീ പോലെ ആമേ, യേശുവേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ കർമ്മയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ഒരു ചെറിയ പ്രാർത്ഥന അവന്റെ ജീവിതം മാറ്റിമറിച്ചെങ്കിൽ കർമ്മയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു വിതച്ച പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. പരിശുദ്ധാത്മാവേ, ആത്മനദിയായി ഒഴുകണം. ഇന്ന് രാത്രി തീ പോലെ ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഒരു തീമഴ പോലെ ഇറങ്ങണം ഞങ്ങളുടെ പേരേക്ക്. ആ മാളിക മുറി ഇറങ്ങി വന്ന ആത്മാവിന്റെ ചലനം സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. അതേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ തീ നമ്മുടെ അകത്ത്, ആ സ്വർഗത്തിലെ തീ, ആ ഹോരേബിൽ നിന്ന്, ഓ റബാ
എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് ഞങ്ങളോട് ദൈവദാസനോട് സംസാരിക്കുമ്പോൾ നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ വാഗ്ദത്ത വചനം കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ചോദിച്ചു വാങ്ങുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ജീവജലത്തിൻ്റെ ആത്മാവിൻ്റെ നദികൾ അടിയിൽ നിന്നും ഉയരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സകല വചനത്താലും സകല പരിജ്ഞാനത്താലും സമ്പന്നന്മാരായി തീരുവാനുള്ള കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നതായി തീരുവാനുള്ള കൃപ അടിയങ്ങളുടെ മേൽ അധികമായി പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അടിയങ്ങളെ അവസാനത്തോളം കർത്താവെ ഉറപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥന കേട്ടവർക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന്റെ വരവൂരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ജയന ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.